എൻ്റെ ജന്മദേശം മുഖത്തലയാണ്. കൊല്ലം ജില്ലയിൽ നിന്നൊരു 7 കിലോമീറ്റർ കിഴക്കോട്ട് വരണം. തീർത്തും ഒരു ഗ്രാമപ്രദേശമായിരുന്നു. ഇപ്പോൾ അത് ഗ്രാമപ്രദേശമല്ല. ഇപ്പോൾ അതിനെ നഗരം കുറേശ്ശെയായിട്ട് ആക്രമിച്ചിട്ട് സിറ്റിയിൽ നിന്ന് ഒരു 7 കിലോമീറ്ററല്ലേ മാറ്റമുള്ളൂ. വല്ലാതെ നഗരവൽകൃതമായ ഒരു സ്ഥലമാണ്. പക്ഷെ ഞാൻ ജനിക്കുന്ന കാലത്ത് ഒരു 60 കൊല്ലം മുമ്പ് അത് തീർത്തും ഒരു ഗ്രാമപ്രദേശമായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ നന്മകളും നമ്മൾ വിളിക്കുന്ന ഗ്രാമപ്രദേശം വളരെ നന്മ നിറഞ്ഞതാണെന്നാണല്ലോ നമ്മൾ പൊതുവെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ തരത്തിൽ അതിൻ്റെ നന്മകൾ ഉണ്ടായിരുന്നു, തിന്മകളും ഉണ്ടായിരുന്നു. തിന്മയുള്ള മനുഷ്യരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. നമ്മുടെ കടമ്മനിട്ടയുടെ കവിതയെ പറയുന്ന പോലെ ഇലമുള്ളുകൊണ്ട് വഴിയടച്ച് എലികക്കല്ലൊക്കെ പിഴുതു മാറ്റി അതിരിലെ പ്ലാവിൻ്റെ ചോട് തോണ്ടി അത് പൊട്ടി വീണപ്പോൾ തർക്കമാക്കി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മനുഷ്യരൊക്കെ ഉണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം മനുഷ്യരും ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നവരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകളായിരുന്നു. എൻ്റെ അച്ഛനും ഒക്കെ വളരെ ബുദ്ധിമുട്ടി ജീവിച്ചിട്ടുള്ള ഒരാളാണ്. കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുക, പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുക. കുറച്ച് ഭൂമിയൊക്കെ ഉണ്ട്, പക്ഷെ ആ കാലത്ത് ഭൂമി ഉള്ളത് കൊണ്ടൊന്നും ആയില്ല. നമ്മൾ ഇന്നത്തെ പോലെ ലിക്വിഡ് ക്യാഷ് കയ്യിലില്ലാത്തൊരു കാലമാണല്ലോ. ആളുകളുടെ കയ്യിൽ പണമില്ല. ജന്മികളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ പോലും പണമില്ല. അപ്പോൾ പണം ശേഖരിച്ച് വയ്ക്കുന്ന ആളുകൾ വലിയ ലുബ്ധന്മാരാണ്. അവർ മാത്രമേ പണം ശേഖരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു കാലത്ത് ജീവിച്ചിട്ടൊക്കെയാണ് അച്ഛനും വളർന്നു വന്നത്. അച്ഛനൊരു അധ്യാപകനായി, ഒരു പ്രൈമറി സ്കൂൾ UP സ്കൂൾ അധ്യാപകനായിട്ടാണ് അച്ഛൻ ജീവിച്ചത്. അച്ഛൻ്റെ പേര് ചക്രപാണി മാസ്റ്റർ എന്നാണ്. ഈ മാസ്റ്റർ എന്ന് പേര് വരാൻ കാരണം അച്ഛൻ ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു. അതിനു മുമ്പ് സ്റ്റുഡൻസ് കോൺഗ്രസിൽ പ്രവർത്തിച്ചു. അപ്പോൾ സ്റ്റുഡൻസ് കോൺഗ്രസിൽ നിന്ന് അവരൊരു വലിയ വിഭാഗം യുവാക്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ഹിന്ദി പഠിപ്പിക്കുന്ന സമയമൊക്കെയാണ്. ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ധാരാളം പേര് ഹിന്ദി പഠിപ്പിക്കാൻ നിയുക്തരാകുന്ന ഒരു കാലമായിരുന്നു. അച്ഛൻ മലയാള അധ്യാപകനായിരുന്നു. പക്ഷേ അച്ഛൻ ഇതിന്റെ ഈ ബാധ്യതയുടെ ഭാഗമായിട്ട്, അന്നത്തെ പാർട്ടി നിർദ്ദേശിച്ചതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടോ മറ്റോ ഹിന്ദി പഠിപ്പിക്കാൻ നിയുക്തനായി. അങ്ങനെ പഠിപ്പിക്കാൻ പോയ സ്ഥലത്തു നിന്നെല്ലാം മാസ്റ്റർ മാസ്റ്റർ എന്ന് വിളിച്ചിട്ട് അവസാനം അച്ഛൻ്റെ വിളിപ്പേരിന്റെ കൂടെ മാസ്റ്റർ എന്ന് കൂടി ചേർന്നു. സർവീസിൽ അതല്ലായിരുന്നു പേര്. അപ്പോൾ അങ്ങനെ ചക്രപാണി മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. അമ്മ ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു. സാധാരണ വീട്ടമ്മയായിട്ട് വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ കൂടെയാണ് എൻ്റെ ജീവിതം. വലിയൊരു കൂട്ടുകുടുംബത്തിലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ 3 സഹോദരിമാർ, അവരുടെ മക്കൾ, ഞങ്ങളെല്ലാവരും ചേരുന്ന ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും. അന്ന് ക്ഷാമമൊക്കെ വരിക. എൻ്റെ അച്ഛൻ പറയും, ഞാൻ ജനിച്ചതോടുകൂടിയാണ് റേഷൻ നടപ്പായത്. 1965 മറ്റോ ആണ് റേഷൻ നടപ്പാവുന്നത്. അപ്പോൾ ആ റേഷനൊക്കെ നടപ്പാവുക. അപ്പം നമ്മൾ ചക്കയും കപ്പയും കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ വീട്ടിൽ മുതിര കൃഷി ചെയ്യുന്നു ധാരാളം. പുരയിടത്തിൽ മുതിര, പയറൊക്കെ കൃഷി ചെയ്യുന്നു. അപ്പോൾ അതും കപ്പയും ചക്കയും കൊണ്ട് ജീവിച്ച ഒരു ബാല്യകാലം എന്നെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് സാധാരണ പഴമക്കാരൊക്കെ പറയുന്നത് പോലെ ആ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഈ ചക്കയും കപ്പയും മുതിരയും പയറും ഒക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വളർന്നു വന്നിട്ട് അതിൻ്റെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, സാധാരണ ജീവിതം നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും സാധാരണക്കാരൻ്റെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. പണമില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലായി. ആ കാലത്താണ് ഈ അധ്യാപക സമരം വരുന്നത്. 1973 74 മറ്റോ ആണ്. 60 ദിവസമോ 65 ദിവസമോ മറ്റോ നീണ്ടു നിൽക്കുന്ന അധ്യാപക NGO സമരം. അന്ന് അച്ഛൻ സമരം ചെയ്യുന്നവരിൽ ഒരാളാണ്. അച്ഛനെ 2 or 3 തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ ദാരിദ്ര്യത്തിൻ്റെ ഒരു വലിയ അവസ്ഥ ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ആ കാലത്ത് ഞാൻ ഒറ്റ മകനായിരുന്നു ഞാൻ. അപ്പോൾ ഒരു 10ാമത്തെ വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ എല്ലാ സ്ഥലത്തും അച്ഛൻ എന്നെ കൂടെ കൊണ്ടുപോകും. എവിടെ പോയാലും രാവിലെ ഇറങ്ങുമ്പോൾ പൊതുപ്രവർത്തനം ഇറങ്ങുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ദിനത്തിൽ എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് രോഗം എന്താണെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ കാലത്ത് ഈ പിടിയരിയൊക്കെ പിരിച്ചിട്ട് ഈ കഷ്ടപ്പെടുന്ന അധ്യാപകർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിലൊരു അധ്യാപകന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് ഒരു ചെറിയ കുടില് പോലുള്ള ഒരു വീട്ടിൽ ഒരു അധ്യാപകനും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 or 3 മക്കളും. അപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ശമ്പളമില്ലാതായി എന്നാണ് ആദ്യമായിട്ട് ഡൈസ്ലോൺ നടപ്പാക്കുന്നത്, അച്യുതമേനോന്റെ മന്ത്രിസഭ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് പിടിയരി പല സ്ഥലത്തു നിന്നായിട്ട് പിരിച്ച അരിക്ക് ഒരു പൊതു സ്വഭാവം ഇല്ലാന്ന് നമ്മൾ വിചാരിക്കണം. പല സ്ഥലത്തുനിന്ന് പിരിച്ച അരി മിക്സ് ചെയ്തിരിക്കുകയാണ്. ആ അരി ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ ആ സാർ ഉറക്കെ കരഞ്ഞത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്.
അപ്പോൾ അതൊക്കെ വലിയ പാഠങ്ങൾ. സ്കൂളിലൊക്കെ പഠിക്കാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ രാഷ്ട്രീയ അവബോധമൊക്കെ ഉണ്ടാവുന്നു. വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട്. അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടായി പിളർന്നപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ അതിനകത്തുനിന്ന് പാർട്ടി സജീവ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറുന്നു. കുറച്ച് ഭാരതീയ വേദാന്തം പഠിക്കുന്നു. ഇത് തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് അച്ഛൻ നിരന്തരമായിട്ട് നമ്മളോട് പറയുന്നു. ധാരാളം കവിതകൾ ചൊല്ലുന്നു. അങ്ങനെയൊക്കെ എൻ്റെ ഒരു ബാല്യം എന്ന് പറയുന്നത് അങ്ങനെ വളരെ ഭൗതികമായി ദാരിദ്ര്യം ധാരാളം അനുഭവിച്ചെങ്കിലും അല്ലാതെ ഞാനൊരു സമ്പന്നനായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ നിരന്തരമായിട്ട് മണ്ണെണ്ണ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട്, അന്ന് കറണ്ടൊന്നുമില്ല, അപ്പൊ മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വെച്ചിട്ട് അച്ഛൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്, എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അച്ഛൻ്റെ ആനന്ദത്തിന് വേണ്ടി അച്ഛൻ കുമാരനാശാൻ്റെ അവരൊക്കെ പഠിച്ച കാലത്ത് ഈ കവിതകളൊക്കെ മുഴുവൻ കാണാതെ പഠിക്കുകയാണ്. അല്ലാതെ നമ്മളെപ്പോലെ ഏറ്റവും പുതിയ ജനറേഷനിലുള്ള കാണാതെ പഠിക്കുക വേണ്ട. കാണാതെ പഠിക്കുന്നത് ഒരു മസ്തിഷ്കത്തെ എന്തോ കഷ്ടപ്പെടുത്തുന്നതാണെന്നോ മറ്റോ ഒരു തിയറി എവിടുന്നോ വന്നിട്ട് നമ്മൾ ഈ കവിതകളൊക്കെ കാണാതെ പഠിക്കാതെ ആയല്ലോ. പക്ഷെ ആ കാലത്ത് എല്ലാവരും കാണാതെ പഠിക്കുന്നു. എൻ്റെ കാലത്ത് എത്തിയപ്പോൾ പാഠപുസ്തകത്തിലുള്ളത് കാണാതെ പഠിച്ചാൽ മതി. പക്ഷെ അച്ഛൻ്റെയൊക്കെ കാലത്ത് മുഴുവൻ കൃതിയും കാണാതെ പഠിക്കുകയാണ്. അപ്പോൾ രാത്രികളിൽ ഇങ്ങനെ കവിതകൾ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ചൊല്ലിയിരുന്ന കവിതകളുടെയൊക്കെ ഒരു പാസീവ് ലിസണറായിരുന്നു ഞാൻ. അപ്പോൾ എന്നിലേക്ക് അതെല്ലാം പ്രവേശിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ പ്രവേശിച്ചതെല്ലാം എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഞാൻ വളരെ സജീവമായിട്ട്, ഭാരവാഹിത്വത്തിനൊന്നും പോയില്ലെങ്കിലും ഞാൻ എല്ലാ കാലത്തും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുക, നിരന്തരമായിട്ട് അതിൻ്റെ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുക. ആ കാലത്താണ് ഞാൻ വളരെ വൈകി എഴുതി തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഒരു ഇൻഫൻറ്റ് പ്രോഡിജി ഒന്നും അല്ലായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി കാലത്താണ് എഴുതി തുടങ്ങുന്നത്. പ്രീ ഡിഗ്രി ആ കാലത്ത് എഴുതി തുടങ്ങുമ്പോൾ മാഗസീനിലൊക്കെ കവിത പ്രസിദ്ധീകരിച്ച് വരിക. ആ കാലത്ത് തന്നെ ജനയുഗത്തിലും ദേശാഭിമാനിയിലും നിരന്തരമായി കവിതകൾ വരിക. ജനയുഗം നമ്മൾ കൊല്ലത്തുകാരുടെ ഒരു അഭിമാനമെന്നോ അഹങ്കാരമെന്നോ ഒക്കെ പറയാവുന്ന ഒന്നായിരുന്നു. അന്ന് എൻ്റെ അച്ഛനും കാമ്പിശ്ശേരിയുമായിട്ടൊക്കെ നല്ല പരിചയമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജനയുഗത്തിൽ പോകുമ്പോൾ കാമ്പിശ്ശേരിയെ കാണാൻ പോകും. അപ്പോൾ ഞാനതൊക്കെ വലിയ ആസ്വദിക്കുന്നുണ്ട്. കാമ്പിശ്ശേരി ഇങ്ങനെ അസാമാന്യ നർമ്മബോധമുള്ള ഒരു മനുഷ്യൻ. നമ്മൾ ചെന്ന് കയറുമ്പോൾ മുതൽ തിരിച്ചിറങ്ങുന്നത് വരെ നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്ന അച്ഛൻ ഒരു ദിവസം ചെല്ലുമ്പോൾ കാമ്പിശ്ശേരി പറയുന്നു, ഒരാളോട് പറയുന്നു, ഇന്നലത്തെ പത്രം എടുത്തോണ്ട് വന്ന് പറഞ്ഞു. പത്രം എടുത്തോണ്ട് വരുന്നു. അപ്പോൾ അതിനകത്തുനിന്നൊരു വാർത്ത അച്ഛന് വായിക്കാൻ കൊടുക്കുന്നു, ചെറിയൊരു വാർത്ത. അപ്പോൾ ആ വാർത്ത ഏതാണ്? ആ വാർത്ത ഞാൻ കാണുന്നു. വാർത്ത അച്ചടിച്ചിരിക്കുന്ന ഇതാണ്: അജ്ഞാത ജഡം കരിക്കടത്തു എന്നാണ് വാർത്ത. അപ്പോ എല്ലാവരും ചിരിക്കുന്നു. അപ്പൊ ഇത് കമ്പോസ് ചെയ്ത ആളെ, ഇതിന്റെ അച്ചു നിരത്തിയ ആളെ ഇനി വിളിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള വാസുദേവൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോ എന്നിട്ട് പറയുന്നു, മാഷെ ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മാഷാണ് അവനെ മലയാളം പഠിപ്പിച്ചത്. അപ്പോ ഈ അജ്ഞാത ജഡം കരിക്കടത്തു എന്നാണ് അവൻ എഴുതി വെച്ചിരിക്കുന്നത്, അവൻ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അച്ചടിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള നിരവധി തമാശകൾ അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ വലിയ മനുഷ്യരെ നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജ് കാലത്താണ് എഴുത്ത് ആരംഭിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം നിത്യചൈതന്യതയാണ്. ആ കാലത്ത് വർക്കല ശ്രീനാരായണ ഗുരുകുലത്തിന്റെ നേതൃത്വത്തിൽ ഒരു എൻഡോമെന്റ് ഏർപ്പെടുത്തുന്നു. NC സേനൻ എൻഡോമെന്റ് എന്നാണ് അതിന്റെ. അതൊരു 82 മറ്റുമാണ്. അന്ന് 1000 രൂപയാണ് അതിന്റെ ഒന്നാം സമ്മാനം. അതിൽ പ്രബന്ധങ്ങൾ എഴുതുക. ഒരു മാസം മുമ്പേ വിഷയം തരും. നിങ്ങൾക്ക് റെഫറൻസ് പുസ്തകങ്ങൾ കൊണ്ടുവച്ച് എഴുതാം. അതാണ് എൻ്റെ പ്രത്യേകത. നമ്മൾ കാണാതെ എഴുതണ്ട, റെഫറൻസ് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവച്ച് എഴുതാം. അതിനെനിക്ക് 2 തവണ ഒന്നാം സ്ഥാനം കിട്ടും. അപ്പോൾ അത് ഒന്നാം സ്ഥാനം കിട്ടി, അതിൻ്റെ 1000 രൂപ കിട്ടി എന്നുള്ളതല്ല, പക്ഷെ നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകം, ഒരു സമാന്തര ലോകം, നമ്മൾ വിചാരിക്കുന്ന, നമ്മളുടെ ഈ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ വിചാരിക്കുന്ന ലോകത്തിന് സമാന്തരമായിട്ട് വേറൊരു ലോകമുണ്ട്. ആ ലോകം വേറൊരു തരം ആശയങ്ങളുടെ ലോകമാണ്. അതിൽ വലിയ സമത്വത്തിന്റെ വലിയ അന്തരീക്ഷമുണ്ട്. ശ്രീനാരായണ ഗുരുദേവ കൃതികളാണ് പഠിക്കാൻ തരിക. അപ്പോൾ എൻ്റെ അച്ഛൻ അതിനു മുമ്പ് തന്നെ ഒരു നാരായണ ഗുരുദേവന്റെ ഒരു വലിയ ആരാധകനും വായനക്കാരനും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് കേട്ട് പരിചയമുണ്ട്. അപ്പോൾ എന്നാൽ പോലും ഞാൻ ഇതിനു വേണ്ടി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളുടെ അന്നത്തെ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാവുന്നിടത്തോളമോ ചിലപ്പോൾ അതിന് കുറച്ചപ്പുറത്തേക്കോ അതിൻ്റെ ആഴം മനസ്സിലാവുന്നു. അപ്പോൾ നമ്മളുടെ വീക്ഷണഗതിയെ പാടെ മാറ്റിയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗുരുദേവന്റെ കൃതികളുമായിട്ടും ഗുരുദേവനുമായിട്ടുമുള്ള ഒരു പരിചയം, ആ കൃതികളുമായിട്ടുള്ള പരിചയം, നിത്യചൈതന്യതയുമായിട്ട് ആ കാലത്തുണ്ടായിട്ടുള്ള വളരെ ചുരുങ്ങിയ കാലത്തെ ഒരു ബന്ധം, അതൊക്കെ നമ്മളെ വല്ലാതെ നവീകരിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ നാരോ മൈൻഡഡ് ആയിട്ട് നമ്മളുടെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതല്ലാത്തൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള, അപ്പോൾ നമ്മുടെ മനസ്സിനൊരു സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന് തോന്നുന്ന ഒരു കാലമാണത്.
അപ്പോൾ അതേ തുടർന്ന് നമ്മൾ ധാരാളം കവിതകൾ വായിക്കുന്നു, പ്രബന്ധങ്ങൾ വായിക്കുന്നു. ആ കാലത്ത് കുറെ കേരള സാഹിത്യ അക്കാദമിയുടെ CB കുമാർ എൻഡോവ്മെന്റ് എന്ന് പറയുന്ന എൻഡോവ്മെന്റ് G ശങ്കരക്കുറുപ്പിന്റെ കവിതയെക്കുറിച്ച് എഴുതിയിട്ട് എനിക്കത് ലഭിക്കുന്നു. അപ്പോൾ ഞാൻ പൊതുവേ തന്നെ കോളേജിലൊക്കെ ഒരു എഴുത്തുകാരനായി അംഗീകരിക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ചില സന്തോഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വളർന്നു വരുന്നത്. അപ്പോൾ MA പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. ഞങ്ങളുടെ കാലത്ത് മാത്രം ഒരു അത്ഭുതകരമായിട്ടുള്ള വ്യവസ്ഥ നടപ്പാക്കി MAയുടെ 1ഉം 2ഉം പരീക്ഷകൾ ഒരുമിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ വർഷം നമ്മൾ ഒന്നും പഠിച്ചില്ല കേട്ടോ. നമ്മൾ രണ്ടാമത്തെ വർഷം എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ഒന്നാമത്തെ വർഷം നമ്മൾ ആസ്വദിച്ചു. രണ്ടാമത്തെ വർഷം പരീക്ഷ എഴുതി 4 പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് അതികഠിനമായി ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ അതുകൊണ്ട് ആ വർഷം മുടങ്ങി. അപ്പോഴാണ് ഞാൻ നാട്ടിലെ ചില രാഷ്ട്രീയ പ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രേരണയാൽ കൊല്ലം കോപ്പറേറ്റീവ് കോളേജ് എന്ന് പറഞ്ഞിട്ട് കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ P രാജേന്ദ്രൻ MP യുടെ നേതൃത്വത്തിൽ, പഴയ MP യുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ അവിടെ പഠിപ്പിക്കാൻ കയറും. 3 വർഷം അവിടെ പഠിപ്പിച്ചു. ആ 3 വർഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായിട്ട്, അതാണ് ഒരു എൻട്രി കേഡർ എന്ന് പറയുന്നത്, അപ്പോൾ ജോലി കിട്ടുന്നു. അപ്പോൾ ആകാശവാണിയിൽ ജോലി കിട്ടുന്നതിനോടൊപ്പം തന്നെ എനിക്ക് PSC പരീക്ഷയിൽ നമ്മളുടെ സെയിൽ ടാക്സിലും കൂടെ ജോലി കിട്ടി. അപ്പോൾ ആകാശവാണിയിൽ ജോയിൻ ചെയ്തതിന് തൊട്ട് പുറകെയാണ്. അപ്പോൾ എന്നെ എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ നാട്ടിലുള്ളവരൊക്കെ നിർബന്ധിച്ചു, കൊല്ലത്താണ് സെയിൽ ടാക്സ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ജോയിൻ ചെയ്യണം. അതിന്റെ കാരണം പറഞ്ഞത്, നിനക്ക് ധാരാളം കൈക്കൂലി കിട്ടും, അപ്പോൾ നീ റിട്ടയർ ചെയ്യുന്നതിനകത്ത് നിനക്ക് വലിയ ഒരു സമ്പന്നനായി മാറാം എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ കോഴിക്കോട് ആകാശവാണി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ നടന്ന്, ഒറ്റയ്ക്കല്ലേ, അപ്പൊ നടന്ന് ഞാൻ നമ്മളുടെ മാനാഞ്ചിറ ചെല്ലുമ്പോൾ ടൗൺ ഹാൾ, എല്ലാ ദിവസവും ടൗൺ ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ ഒന്നുകിൽ MT വാസുദേവൻ നായർ, അല്ലെങ്കിൽ സുകുമാർ അഴീക്കോട്, അല്ലെങ്കിൽ MP വീരേന്ദ്രകുമാർ, അല്ലെങ്കിൽ NP മുഹമ്മദ്, UA ഖാദർ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം സംസാരിക്കുന്നത് കേൾക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഒരു എഴുത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ അതിനകത്ത് ആകെപ്പാടെ പെട്ടുപോയി. അപ്പോൾ നമുക്ക് വേറൊന്നിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സെയിൽ ടാക്സ് ഒക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കാരണവശാലും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാനിടയായി. കോഴിക്കോട് ആകാശവാണി അസാമാന്യമായ പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. 1990-ലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള, നമ്മൾ ഇതിഹാസ തുല്യമായി കേട്ടിരുന്ന ഒരു ജനറേഷൻ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഉറൂബ്, തിക്കോടിയൻ, അക്കിത്തം, പിന്നെ KA കൊടുങ്ങല്ലൂർ, NN കക്കാട്, അങ്ങനെയുള്ള ഒരു വലിയ നിര എഴുത്തുകാർ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കഥകൾ, അവരെങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്ന കഥകൾ കേട്ടിട്ടാണ് നമ്മളവിടെ നമ്മളവിടെ പ്രവേശിക്കുന്നത്. കോഴിക്കോട് ബീച്ചിലാണ് ആകാശവാണി. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കുമ്പോഴെല്ലാം 2ാമത്തെ നിലയിൽ പോയി നമുക്ക് കടൽ കാണാം. അപ്പോൾ ഞാൻ ആ 4 കൊല്ലവും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തൊരു ഭാഗ്യമാണ്, ഇങ്ങനെ ജനലിൽ കൂടെ നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാ സമയത്തും കടൽ കാണാവുന്ന ഒരു സ്ഥലം. വൈകുന്നേരങ്ങളിൽ ഇറങ്ങിയാൽ നമുക്ക് പോയി ബീച്ചിലിരിക്കാം. നേരെ റോഡ് ക്രോസ് ചെയ്താൽ ബീച്ചാണ്, ബീച്ചിലിരിക്കാം. അപ്പോൾ അവിടുത്തെ ഒരു കാലത്ത്, അന്ന് അവിടെ വലിയ ലെജൻഡറി ആയിട്ടുള്ള അറിയപ്പെട്ടിരുന്ന ആൾ ഖാൻ കാവിൽ എന്ന് പറയുന്ന ഒരു അനൗൺസർ ആയിരുന്നു അദ്ദേഹം. പക്ഷേ പ്രോഗ്രാമിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു ഖാൻ കാവിലിന്റെ ശബ്ദം മലബാറിൽ സിനിമാ താരങ്ങളുടെ കീർത്തി പോലെ ഖാൻ കാവിലിന്റെ ശബ്ദത്തിന് കീർത്തി ഉണ്ടായിരുന്നു. കോളേജ് യൂണിയനുകൾ ഉദ്ഘാടനം ചെയ്യുന്ന ഖാൻ കാവിലാണ്, ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്യുന്ന ഖാൻ കാവിലാണ്. ഖാൻ കാവിൽ അന്ന് യുവവാണിയൊക്കെ ചേർന്നു, യുവാക്കളുടെ ഹാരം, ടെലിവിഷനൊക്കെ തൊട്ട് തലേ വർഷം വന്നിട്ടേ ഉള്ളൂ ഞാൻ ചെല്ലുമ്പോൾ. അപ്പോൾ ഖാനാണ് നമ്മളുടെ ഒരു വലിയ ആരാധനാമൂർത്തിയായിട്ട് അവിടെ ഉള്ളത്. പക്ഷെ ഖാൻ വളരെ ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ശബ്ദം ഒരു നേർത്ത ശബ്ദമാണെന്നാണ് എൻ്റെ വിചാരം അക്കാലത്തുണ്ടായിരുന്നത്. ഇപ്പോഴും എനിക്ക് അങ്ങനെ വലിയ വിചാരമില്ല, എന്നാലും ഒരു നേർത്ത ശബ്ദം. അപ്പോൾ ഇത് റേഡിയോയ്ക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ച് ഞാൻ തീരെ ശബ്ദം കൊടുക്കാതിരിക്കുന്നു. അവിടെ ഈ ഡ്യൂട്ടി ഓഫീസർ എന്ന് പറയുന്ന ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ പരിപാടികൾ കേൾക്കുക, അതേക്കുറിച്ച് ലോഗ് ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ട് എഴുതുക, ഒക്കെയുള്ള പണികൾ പൂർണ്ണമായിട്ടും ക്ലറിക്കൽ ജോലിയാണ് ചെയ്യുന്നത്. അല്ലാത്ത കാര്യമായ ആക്ടിവിറ്റി ഒന്നും. അപ്പോഴാണ് ഖാൻ എന്നോട് പറയുന്നത്, നീ ശബ്ദം കൊടുക്കണം എന്ന് ഖാൻ എന്നോട് പറയുന്നു. അപ്പം ഞാൻ ഖാനോട് പറയുന്നു, ഖാൻ എന്നെ അതിനു മുമ്പ് ചില പ്രസംഗങ്ങൾക്കൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെയൊക്കെ ഖാനിൻ്റെ ഏർപ്പാടിൽ, ഖാന് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പ്രസംഗത്തിന് അയക്കുക. അപ്പോൾ ഖാൻ്റെ എൻ്റെ അടുത്ത് പറയുന്നു, നീ ശബ്ദം കൊടുക്കണം. ചില പരിപാടിക്കൊക്കെ എന്നെ വിളിക്കുന്നു ശബ്ദം കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ആൾക്കൂട്ടത്തിൽ ബഹളം ഉണ്ടാക്കാനൊക്കെ വിളിക്കുന്നത്, അല്ല ഒറ്റ ശബ്ദമല്ല. നമ്മളൊരു ബസ് സ്റ്റാൻഡ്, അവിടെ ശബ്ദം ഉണ്ടാക്കണം. അപ്പോൾ സമരം നടക്കുന്നു, മുദ്രാവാക്യം വിളിക്കണം, അങ്ങനെയൊക്കെ നാടകത്തിലൊക്കെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലുള്ള ശബ്ദങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഖാൻ എന്നെ വിളിക്കുന്നു, ഖാൻ എന്നോട് പറയുന്നു, നീ ശബ്ദം കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഖാൻ അത് ശരിയാവില്ല, എൻ്റെ ശബ്ദം വളരെ നേർത്ത ശബ്ദമാണ്, റേഡിയോയ്ക്ക് പറ്റില്ല. അപ്പൊ ഖാൻ എന്നോട് പറഞ്ഞു, നീ രാവണനായിട്ടും ഘടോൽക്കജനായിട്ടും അഭിനയിക്കണ്ട,
നീ അഭിനയിക്കേണ്ടത് നിന്റെ ശബ്ദം എന്തിനാണോ പാകമായിട്ടുള്ളത് അത് നീ കൊടുക്കണം. ലോകത്ത് ഒരു ശബ്ദവും മോശമല്ല എന്ന് ഖാൻ എന്നോട് പറഞ്ഞു. ഒരു ശബ്ദവും മോശമല്ല, നിന്റെ ശബ്ദം കൊടുക്കേണ്ട സ്ഥലത്ത് നീ കൊടുത്താൽ മതി. അപ്പോൾ നീ പ്രസംഗിക്കുമ്പോൾ ആളുകൾ കേട്ടിരിക്കുന്നില്ലേ? കേട്ടിരിക്കുന്നുണ്ട്. അത് കേട്ടിരിക്കുന്നത് നിന്റെ ശബ്ദം കൂടി ആളുകൾക്ക് പ്രിയങ്കരമായതുകൊണ്ടാണ്. അല്ലാതെ നീ പറയുന്നത് കൊണ്ട് മാത്രമല്ല. വളരെ മോശം ശബ്ദത്തിൽ നീ ഒരു കാര്യം ആളുകളോട് പറഞ്ഞാൽ അവരതിന് അതിൻ്റെ വിലയെ തരൂ. കേൾക്കൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിന്നെ കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ശബ്ദം നല്ലതാണെന്ന്. അങ്ങനെയാണ് ഞാൻ വളരെ ചുരുങ്ങിയ തോതിൽ ശബ്ദങ്ങൾ കൊടുക്കാൻ ആരംഭിക്കുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ചില ചിത്രീകരണങ്ങൾ എഴുതാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ആകാശവാണിയുടെ റേഡിയോ ചിത്രീകരണങ്ങൾ എങ്ങനെ എഴുതണം എന്നതിന് ചില പൂർവ്വ മാതൃകകൾ. അന്ന് അവിടെ കവിയായിട്ടുള്ള പി ശ്രീധരനുണ്ട്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹമുണ്ട്. പിന്നെ പി ഉദയഭാനു എന്ന് പറഞ്ഞ കവി ഉണ്ടായിരുന്നു. അദ്ദേഹം നക്സലൈറ്റ് ആയിരുന്നു. അദ്ദേഹത്തെ ഈ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് ഈ കക്കയം ക്യാമ്പിലൊക്കെ ഇട്ട് ഭീകരമായി പീഡിപ്പിച്ചതാണ്. ആകെ കൊച്ചൊരു മനുഷ്യനാണ്, ഹൈറ്റില്ല, തീരെ ഹൈറ്റ് ഇല്ലാത്തൊരു മനുഷ്യൻ. അപ്പം ഞാൻ ചോദിച്ചു, ഉദയഭാനു നിങ്ങൾ ഈ പീഡനമൊക്കെ എങ്ങനെയാണ് സഹിച്ചത്? അപ്പോൾ ഉദയഭാനു പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഒരിക്കൽ പോലീസുകാരെ പിടിച്ചോണ്ട് പോയിട്ട് ഉദയഭാനുവിനെ പിടിച്ചോണ്ട് പോയിട്ട് പോലീസ് ഇൻസ്പെക്ടർ ആരാണ്ട് ഒരാൾ വന്ന് ചോദിച്ചു, എടാ നീ വെടിയുണ്ടയുടെ അത്രയില്ലല്ലോടാ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, നീ തോക്കിൻ്റെ അത്രയില്ലല്ലോടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഉദയഭാനു അയാളോട് പറഞ്ഞു, വെടിയുണ്ട അതിനേക്കാൾ ചെറുതാണ് സാറേ. അപ്പോൾ ഇയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ ഉദയഭാനുവിൻ്റെ രണ്ട് കൈയും രണ്ടറ്റത്തായിട്ട് കെട്ടിയിട്ടിട്ട് ഉദയഭാനുവിനെ നടുക്ക് ഈ രണ്ട് കൈയും വലിച്ച് തൂക്കിയിട്ടിട്ട് തറയിൽ നിന്നിട്ട് ഈ തല്ലുകയൊക്കെ ചെയ്തിട്ട് ഉദയഭാനുവിന് അങ്ങനെ വലിയ കരൾ സംബന്ധമായ രോഗം വന്നു ഈ പീഡനങ്ങൾ സഹിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉദയഭാനു ആകാശവാണി വരുന്നത്. ഉദയഭാനു വളരെ ജെനുവിനായിട്ടുള്ള ഒരു റൈറ്ററായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ. നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ നടൻ ജോയ് മാത്യു, അന്ന് ജോയ് മാത്യു അവിടെ ബോധി എന്ന് പറയുന്ന പുസ്തകക്കട നടത്തുകയാണ്. അപ്പോൾ ഉദയഭാനുമായിട്ട് അവിടെ പോകുന്നു. അപ്പോൾ ഉദയഭാനു, ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നത് ഉദയഭാനു എന്നെ നവീകരിച്ചതിൽ ഒരാളാണ്. വായിക്കാൻ, പുതിയ കാര്യങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുക. നമ്മൾക്ക് ഈ എഴുതി വരുന്ന സാഹിത്യം മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്, അല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയുണ്ട് എഴുത്തിനെന്ന് മനസ്സിലാക്കുക. ആകാശവാണിക്ക് ആ രീതി എങ്ങനെ ഉപയുക്തമാക്കാം എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ ഉദയഭാനു നമ്മളെ ധാരാളം തരത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അകാലത്തിൽ അന്തരിക്കുകയുണ്ടായി. അപ്പോൾ ആ കോഴിക്കോട് കാലത്താണ് എനിക്ക് ONV ഒരു വല്ലാത്ത ഭ്രാന്തായിരുന്നു. ആ സമയത്ത് എല്ലാ കവിതകളും വായിക്കുക, എനിക്ക് കവിതകളൊക്കെ കാണാതെ അറിയാം. അപ്പോൾ എനിക്ക് വലിയ ആരാധന. അപ്പോൾ അവിടെ ടൗൺ ഹാളിൽ അദ്ദേഹം പ്രസംഗിക്കാൻ വരുന്നു എന്ന് പത്രത്തിൽ വാർത്ത. അപ്പോൾ ഞാൻ എൻ്റെ തൊട്ട് മുകളിലുണ്ടായിരുന്ന പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്ന രവീന്ദ്രൻ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. വളരെ അൺഅസ്യൂമിങ് ആയിട്ട് ഒരാളായിരുന്നു കേട്ടോ, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഞാൻ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ONV സാറിനെ ഞാനൊന്ന് ഇൻ്റർവ്യൂ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ചെയ്തോളൂ. സാധാരണഗതിയിൽ ആകാശവാണിയിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ. പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ ഒരു ചെറിയ മടിയൊക്കെ മുതിർന്ന ആളുകൾക്ക് ആ കാലത്തുണ്ടായിരുന്നു. ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ എവിടുന്നോ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം ഭാര്യയുടെ അനിയത്തിയുടെ വീട്ടിൽ മാങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു പരിചയമില്ല, വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നു. അപ്പോൾ എനിക്ക് കവിതകൾ മുഴുവൻ കാണാതെ അറിയാം അദ്ദേഹത്തിന്. അപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂവിനിടയിൽ ഇങ്ങനെ കവിതകളൊക്കെ ഇങ്ങനെ ഓർത്തു ചൊല്ലുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം തോന്നി എന്നോട്. ആ സ്നേഹം എനിക്ക് ലഭിച്ച വലിയ ഒരു സ്നേഹമായിരുന്നു. ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ആകുവോളവും എനിക്ക് ആ സ്നേഹം നിലനിന്നു. ഞാൻ ആകാശവാണിയിൽ അദ്ദേഹത്തിൻ്റെ ലൈസൺ ഓഫീസറായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരും. ആകാശവാണിയിൽ റെക്കോർഡിങ്ങിന് വന്നാൽ കാത്തിരിക്കാൻ പറ്റില്ല, വന്നാൽ അദ്ദേഹത്തിന് നേരിട്ട് അകത്തേക്ക് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങളൊക്കെ വരുമ്പോൾ നേരത്തെ തന്നെ അദ്ദേഹം വരുമ്പോൾ നമ്മൾ വാതിലിൽ തന്നെ കാത്തു നിൽക്കാൻ ഒരാൾ പിടിച്ച് അകത്ത് കൊണ്ടുപോയി ഇരുത്തി ശബ്ദലേഖനം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുഴുവൻ കേട്ടു നോക്കണം. 1 മണിക്കൂർ ഇൻ്റർവ്യൂ ആയാലും അദ്ദേഹം റിയൽ ടൈം എടുത്ത് അത് മുഴുവൻ കേട്ടു നോക്കും. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായി വരുന്നു. പിന്നീട് യേശുദാസിനെ അന്നൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ ഇതുപോലെ തന്നെ യേശുദാസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുദാസിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി കേട്ടോ. അന്നത്തെ കാലത്ത് ഒരു വളരെ ചെറുപ്പക്കാരൻ. യേശുദാസിനോട് ഞാൻ അന്നൊരു ചോദ്യം ചോദിച്ചു. യേശുദാസിനോട് ചോദിച്ചു, അങ്ങയുടെ സാന്നിധ്യം ഇങ്ങനെ സജീവമായി നിൽക്കുന്നത് കൊണ്ടാണ് പുതിയ ഗായകർക്കൊന്നും അവസരമില്ലാതെ വരുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ ക്ഷുഭിതനായി. അദ്ദേഹം, നിങ്ങൾ എന്തർത്ഥത്തിലാണ് ചോദിക്കുന്നത്? നിങ്ങൾക്കിത് വാർത്തയാക്കുകയും വിവാദമാക്കുകയും ചെയ്യാനല്ലേ താല്പര്യം എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ചോദ്യം ഒഴിവാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആ ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെക്കുറിച്ചൊരു ഉപമ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ ഗായകരൊക്കെ ദൈവത്തിൻ്റെ കയ്യിലെ ഫിഡിലാണ്, വയലിൻ എന്നല്ല പറഞ്ഞു അദ്ദേഹം, ദൈവത്തിൻ്റെ കയ്യിലെ ഫിഡിലാണ്. അതെല്ലാം ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഒരു ഫിഡിൽ എടുത്തിട്ട് 6 മാസമേ മീട്ടുന്നുള്ളൂ, അതവിടെ താഴെ വയ്ക്കണം.
ഒരു ഫിഡിൽ എടുത്തിട്ട് വർഷങ്ങളോളം അങ്ങനെ മീട്ടിക്കൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ PT ഉഷയോട് പറയുമോ, നിങ്ങൾ ഓടി 1ാം സ്ഥാനം, അന്ന് PT ഉഷ വളരെ പ്രൗഢിയിൽ നിൽക്കുന്ന കാലമാണ്, നിങ്ങൾ ഓടി 1ാം സ്ഥാനം നേടുന്നത് കൊണ്ട് ഇനി മുതൽ നിങ്ങൾ കുറച്ച് പതുക്കെ ഓടിയാൽ മതി, അടുത്ത ആൾക്ക് 1ാം സ്ഥാനം കിട്ടട്ടെ എന്ന് നിങ്ങൾ PT ഉഷയോട് പറയുമോ? പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നെ എത്ര കാലം ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്ര കാലം ഞാൻ പാടിക്കൊണ്ടിരിക്കും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതുപോലെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആ കാലത്തുണ്ടായത്, അന്ന് KA മുരളീധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണ്. അന്ന് പിൽക്കാലത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായിട്ട് വിരമിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ണൂരേക്ക് അയച്ചു T. പത്മനാഭനെ ഇന്റർവ്യൂ ചെയ്യാൻ. അപ്പോൾ T. പത്മനാഭനെ ഇന്റർവ്യൂ ചെയ്യാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ കാലത്ത് അദ്ദേഹം കാരൂർ സ്മാരക പ്രഭാഷണം നടത്തിയിരുന്നു. അത് ഫുൾ ടെക്സ്റ്റ് അതിൻ്റെ കലാകൗമുദിയിൽ അച്ചടിച്ചു. അപ്പോൾ കലാകൗമുദിയിൽ ആ പ്രഭാഷണത്തിന്റെ തുടക്കം മലയാള ചെറുകഥയുടെ ഭാവി അത്രയൊന്നും ശോഭനമല്ല എന്ന് ചിലർ പറയുന്നുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പക്ഷേ ചോദ്യം ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. കാരൂർ സ്മാരക പ്രഭാഷണത്തിൽ അങ്ങ് പറഞ്ഞല്ലോ മലയാള കവിതയുടെ ഭാവി അത്രയൊന്നും ശോഭനമല്ല എന്ന്, എന്താണ് അങ്ങനെ പറയാൻ? അപ്പോൾ അദ്ദേഹം എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു കേട്ടോ. ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങളൊരു മിടുക്കനാണെന്നാണ് നിങ്ങളുടെ വിചാരം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പോയി അകത്ത് പോയി കലാകൗമുദി എടുത്തുകൊണ്ട് വന്നു, നിങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഉറക്കെ വായിച്ചു. അപ്പോൾ മലയാള ചെറുകഥയുടെ ഭാവി അത്രയൊന്നും ശോഭനമല്ല എന്ന് ചിലർ പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞതാക്കി മാറ്റിയത്. അത് നിങ്ങളുടെ ഒരു മിടുക്കാണെന്നാണ് നിങ്ങളുടെ വിചാരം. ഇവിടെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ ചെറിയ പയ്യനാണ് ഞാൻ. എനിക്ക് അദ്ദേഹത്തെ പോലെ ഒരാളെ ഒന്നും നേരിടാൻ വേണ്ട അതിന് വേണ്ട ഒരു തന്ത്രങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ അമ്പരം അവിടെ ഇരുന്നു. എന്താ ഇറങ്ങി പോകാൻ പറ്റുമോ? അവൾ ഇവിടുന്ന് പുറപ്പെട്ട് ഓഫീസ് വണ്ടിയൊക്കെ എടുത്ത് കണ്ണൂർക്ക് പോയിരിക്കുകയാണ്. കുറേ നേരം ഞാൻ ഇറങ്ങി പോവാതെ അവിടെ ഇരുന്നു. അദ്ദേഹം ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. കുറേ നേരം ഇറങ്ങി പോവാതെ അവിടെ ഇരുന്നു. എന്നെ ശ്രദ്ധിക്കാതെ അദ്ദേഹം അവിടെ നടക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കുറേ പൂച്ചകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങൾക്ക് ഓരോ ചായ കൊണ്ടു തന്നു. അതൊക്കെ കുടിച്ചിട്ട് ഞാൻ പോകുന്നില്ല, അവിടെ ഇരിക്കുകയാണ്. 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആവുന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഞങ്ങളുടെ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പരിശോധിച്ചു. എന്തെങ്കിലും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നെ കാണുന്നതായിട്ടേ നടിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കി. അന്നത്തെ എഞ്ചിനീയർ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളതൊക്കെ വിശദീകരിച്ചു. അപ്പോൾ അദ്ദേഹം അകത്ത് പോയിട്ട് ഈ സാങ്കേതികമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന കുറച്ച് അമേരിക്കൻ ജേണലുകൾ എടുത്തുകൊണ്ട് വന്നു. എൻ്റെ പെങ്ങളുടെ മക്കൾ അവിടെ ഉണ്ട്, അവരെനിക്ക് അയച്ചു തന്നതാണ്. ഇതിൽ വലിയ താല്പര്യം കാണിച്ചു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ പിന്നെ സോമരാജൻ എന്ന് പറയുന്ന എഞ്ചിനീയറോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പോകാം സോമരാജ എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ ദയനീയമായിട്ട് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിരിക്കൂ, നമുക്ക് ആ ഇന്റർവ്യൂ എടുക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനപ്പോൾ പറഞ്ഞു, അങ്ങേക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയ ചോദ്യം വേണ്ട. അപ്പൊ പറഞ്ഞു, അതല്ല, ആ ചോദ്യം വേണം. കാരണം നിങ്ങളെ പോലെ തന്നെ പാതി വായിച്ചിട്ട് ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന കുറെ ആൾക്കാരെ കാണും. അപ്പൊ അവരോട് എനിക്ക് അതിന്റെ മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് ആ ഇന്റർവ്യൂ ഒക്കെ എടുത്തു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് അനുഭവങ്ങളാണ് ആ കാലത്തുള്ളത്. പക്ഷെ ഞങ്ങളെ അധിക കാലവും കോഴിക്കോട് അങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല. ഞങ്ങൾ ചെറിയ ആളുകളെ, ഞങ്ങളെല്ലാം ഡ്യൂട്ടി റൂമിൽ തന്നെ ഇരുന്നാണ് തീർന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ 94 തിരുവനന്തപുരത്തേക്ക് വരുന്നു. ട്രാൻസ്ഫറായി. എനിക്ക് വീട്ടിലേക്ക് വരണം എന്നുള്ള എൻ്റെ അച്ഛൻ്റെയും ഒക്കെ വലിയ നിർബന്ധം കണ്ടാണ് ഞാൻ വന്നില്ല. എനിക്ക് കോഴിക്കോട് വളരെ ഇഷ്ടമായിരുന്നു. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അന്ന് ഇവിടെ വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. നമ്മളുടെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം ആലപ്പുഴ എന്ന് പറയുന്ന നമ്മളുടെ നിലയത്തിന്റെ കൂടെ തന്നെ അങ്ങനെ ഒരു നിലയം. അന്ന് അതൊരു മീഡിയം വേവ് ട്രാൻസ്മിറ്ററാണ്. 1 കിലോവാട്ടുള്ള ഒരു മീഡിയം വേവ് ട്രാൻസ്മിറ്റർ ആകാശവാണിക്കകത്ത് തന്നെ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും പറയാം, അത് വഴുതക്കാടും പരിസരത്തും മാത്രമേ കേൾക്കുന്നു. കാരണം അത്ര കുറച്ചേ കേൾവിയുള്ളൂ. കുറച്ച് ഹിന്ദി പരിപാടികളും എന്റർടൈൻമെന്റ് പാട്ടുകൾ, എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ മുഴുവൻ സമയവും പാട്ട് എഴുതിയെടുക്കുന്ന ആളായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ 1 വർഷത്തേക്ക് അബ്രഹാം ജോസഫ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വന്നിട്ട് 1 വർഷം അവിടെ പ്രോഗ്രാം നടപ്പാക്കി. ആ പ്രോഗ്രാം നടപ്പാക്കുന്ന സമയത്താണ് അപ്പോൾ നമ്മൾ കുറേ പ്രോഗ്രാംസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളന്ന് ഒരു ഇന്റർവ്യൂ പരിപാടി ആരംഭിച്ചിട്ട് നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ ഗാനരചന, സംഗീത സംവിധാനം, ചലച്ചിത്ര സംവിധാനം, നടന്മാർ എല്ലാവരെയും ഒരു വർഷത്തോളം നമ്മളൊരു 10-52 ഇന്റർവ്യൂസ് അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫീച്ചറുകൾ അന്നുണ്ടായിരുന്നു. ആ ഫീച്ചറുകളൊക്കെ എഴുതാൻ എനിക്ക് ആകാശവാണിക്ക് വേണ്ടി എഴുതാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഈ വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രമാണ് പിന്നീട് ഒരു FM ട്രാൻസ്മിറ്റർ വന്നിട്ട് അനന്തപുരി FM എന്ന് പേര് മാറി. അപ്പോൾ അത് വിവിധ ഭാരതി നിലയമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് എനിക്ക് ഡയറക്റ്റായിട്ട് പ്രോഗ്രാമിലൊന്നും എൻട്രി ഇല്ല. പക്ഷെ എന്നെ കൊണ്ട് ധാരാളമായിട്ട് ചിത്രീകരണങ്ങൾ എഴുതിച്ചു വന്നു. നമ്മുടെ ഗായകൻ ശ്രീറാം ഉണ്ടല്ലോ, കാറ്റേ കാറ്റേ എന്നൊക്കെ പറയുന്ന പാട്ട് പാടിയ ശ്രീറാം, മല്ലിക കുറുപ്പ്, മീരാ റാണി എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സ്, രാജേശ്വരി മോഹനവർദ്ധനെ കൊണ്ടൊക്കെ ധാരാളം ഈ സ്ക്രിപ്റ്റുകൾ എഴുതിച്ചു. ആ സമയത്താണ് ശ്രീറാം ഒരു ഓണക്കാലത്ത് എന്നോട്
എനിക്ക് പാട്ട് എഴുതാമോ എന്ന് ചോദിച്ചു. ഞാൻ അതുവരെ പാട്ടൊന്നും എഴുതിയിട്ടില്ല. ചില നാടകങ്ങൾക്കൊക്കെ, നാട്ടിലെ അമച്വർ നാടകങ്ങൾക്കൊക്കെ പാട്ട് എഴുതിയിട്ടുള്ളതല്ലാതെ ഞാൻ പാട്ട് എഴുതിയിട്ടില്ല. അപ്പൊ ശ്രീറാം എന്നോട് ഒരു പാട്ട് എഴുതാമോ ഓണക്കാലത്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു പാട്ട് എഴുതി. ആ പാട്ട് MG രാധാകൃഷ്ണനാണ് ചെയ്തത്. അപ്പൊ തുടക്കക്കാരനായിട്ടുള്ള ആദ്യത്തെ പാട്ട് MG രാധാകൃഷ്ണനാണ് സംഗീത സംവിധാനം ചെയ്തത്. അപ്പൊ അതെനിക്കൊരു ആത്മവിശ്വാസമായി. MGR എപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ MGRനെ, അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ മുഴുവൻ സമയവും ഖദറൊക്കെ ഇങ്ങനെ തേച്ച് മിനുക്കി വസ്ത്രങ്ങളൊക്കെ നടക്കുന്നത്, മുഴുവൻ മുറുക്കി ചോപ്പിച്ചൊക്കെ നടക്കില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോകുന്ന വഴിക്ക് MGR പലതും പറയും പലരോടും. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ പാട്ട് കൊള്ളാം കേട്ടോ, നീ ഒരു പാട്ട് എഴുതി, 1-2 പാട്ട് എഴുതി വെക്കും, നമുക്ക് സിനിമയെ കൊടുക്കാം എന്ന് എന്നോട് പറഞ്ഞു. ചുമ്മാ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ MGR പിന്നെ മറന്നു പോകും. പക്ഷെ അങ്ങനെ പാട്ട് കൊള്ളാം എന്ന് പറഞ്ഞത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു അനുഗ്രഹമായിത്തീർന്നു. പിന്നീട് ഞാൻ ആകാശവാണിയിൽ ഒരു 100-150 പാട്ടുകൾ ഇതിനകം എഴുതിയിട്ടുണ്ട്. അതിലും അധികം ഉണ്ടാവാം. പക്ഷെ ഒന്നും ഞാൻ ശേഖരിച്ചൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രിപ്റ്റ് ഒന്നുമില്ല. പക്ഷെ അങ്ങനെ പാട്ടുകൾ എഴുതി. അപ്പോൾ എനിക്ക് കഴിയുന്ന ഒരു കാര്യം, ഞാൻ പെട്ടെന്ന് പാട്ട് എഴുതും. അപ്പോൾ പാട്ടിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് തീരെ മോശമല്ല എന്നേ പറയാൻ പറ്റും. നല്ല പെട്ടെന്ന്. അപ്പോൾ അത് ഒരുപാട് കാലം എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ സംഗീത സംവിധായകര്, രചയിതാക്കൾ പാട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പാട്ട് കൊടുക്കില്ല സമയത്തിന്. ആ സമയത്ത് പെട്ടെന്ന് ഓർമ്മിക്കുന്ന ഒരു പേരായിട്ട് ഞാൻ തീർന്നു. അപ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് പെട്ടെന്ന് പാട്ട് എഴുതിക്കും. ഇപ്പോൾ ഒരു പാട്ട് എഴുതി തരുമെന്ന് പറഞ്ഞാൽ പാട്ട് എഴുതി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ തിരുവല്ലയിൽ ഒരു വയലും വീടും പരിപാടിയുടെ ഒരു ആലോചനാ സമിതിയുടെ മീറ്റിങ്ങിന് പോയിരിക്കുമ്പോൾ മല്ലികാക്കുറുപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം എക്സിക്യൂട്ടീവ് വിളിക്കുന്നു. ഇവിടെ TS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ വന്നിരിക്കുന്നു, വിഷുവിന് കൊടുക്കാൻ ഒരു പാട്ട് വേണം, നമ്മുടെ ആരുടെടുത്തോ എന്ന് പറഞ്ഞിരുന്നു. അത് കിട്ടിയിട്ടില്ല. എനിക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്, അദ്ദേഹം എറണാകുളത്ത് നിന്ന് വന്നതാണ്, അദ്ദേഹത്തിന് പോകണം. അപ്പൊ ശ്രീകുമാർ, എനിക്ക് 1 മണിക്കൂറിനകം എനിക്കൊരു പാട്ട് എഴുതി അയച്ചു തരണം, ഞാൻ അവിടെ മീറ്റിംഗിൽ ഇരിക്കുകയാണ്, അപ്പോൾ 1 മണിക്കൂറിനകം ഒരു പാട്ട് എഴുതി അയച്ചു തരണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത്തരം സമ്മർദ്ദങ്ങളുടെ മുകളിലാണല്ലോ പാട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് എഴുതി, ഉണരുമ്പോൾ കണി കാണാൻ എന്ന് പറഞ്ഞിട്ട് പാട്ട് കപാല ശ്രീകുമാറാണ് പാടിയത്. അതൊരു വളരെ മികച്ച ഗാനം. അങ്ങനെയൊക്കെയുള്ള ധാരാളം അനുഭവങ്ങൾ ആ കാലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. 100 കണക്കിന് ചിത്രീകരണങ്ങൾ എഴുതിയിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ ആകാശവാണി എന്നുള്ള റേഡിയോ കാർട്ടൂൺ എന്ന് പറയുന്നൊരു പരിപാടി ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. റേഡിയോ കാർട്ടൂൺ എന്ന പരിപാടി ബിജു മാത്യു എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. അദ്ദേഹം നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലാണ് ആ ഒരു ഐഡിയ വരുന്നത്. അപ്പോൾ അതൊരു പുതിയ പേര്, റേഡിയോ കാർട്ടൂൺ. 2 കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ 3 കഥാപാത്രങ്ങൾ മാത്രം വരുന്നു. 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റാണ് അതിന്റെ ദൈർഘ്യം. കഴിയുന്നതിന് 2-3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള, നമ്മളിപ്പോൾ റീൽസ് ഒക്കെ ആളുകൾ ചെയ്യുന്നില്ലേ, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ അതിന്റെ ഒരു പിന്നാലെ വന്ന ഒരു സംഭവമാണ്. ശരിക്കും അങ്ങനെ ചെയ്യാം. വിഷ്വലി 2 മിനിറ്റൊക്കെയുള്ള റീൽസ് ഒക്കെ ചെയ്തിട്ട് എത്രയാ അതിന്റെ റീച്ച്. അതുപോലെ 2 മിനിറ്റുള്ള മാക്സിമം 3 മിനിറ്റുള്ള ഒരു 2 കഥാപാത്രങ്ങൾ. അപ്പോൾ ചെല്ലപ്പനും ചെല്ലമ്മയും എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങൾ, ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഞാനും ബിജു മാത്യുവും കൂടെയാണ് അത് എഴുതിയത്. അതെനിക്കൊരു വലിയ സന്തോഷം ഉണ്ടാക്കിയതും വെല്ലുവിളി ഉള്ളതുമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമുക്ക് 2 മിനിറ്റിനകം അത് എഴുതണം. അപ്പോൾ അത് നല്ല പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കളുള്ള സമയമാണ്. S രാധാകൃഷ്ണൻ, പിന്നെ നമ്മളുടെ രാജേശ്വരി മോഹൻ, അവർ രണ്ടുപേരാണ് തുടങ്ങുന്നത്. പിന്നീട് രാജേശ്വരി മോഹനും KA മുരളീധരനുമായി രാധാകൃഷ്ണൻ ട്രാൻസ്ഫർ ആയപ്പോൾ അത് വർഷങ്ങളോളം, കലികാലം എന്നായിരുന്നു അതിൻ്റെ പേര്, അത് വർഷങ്ങളോളം തുടർന്നു. നമ്മൾ അതിനകത്ത് അങ്ങനെ നിരന്തരമായി അത് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ അതൊരു പുതിയ കാര്യത്തിന്റെ പ്രാരംഭം എന്ന നിലയിൽ വളരെ നല്ലതായിരുന്നു. ആ കാലത്ത് KA മുരളീധരൻ തിരുവനന്തപുരം നിലയത്തിന്റെ ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ പ്രൈവറ്റ് ചാനലുകളും അങ്ങനെ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അവരുടെ തുടക്കകാലത്ത് അവർ ഈ റോഡിൽ ജംഗ്ഷനിലൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ വണ്ടി ഇട്ടിട്ട്, പാട്ടുവണ്ടി എന്നൊക്കെ പറയുന്ന വണ്ടികളൊക്കെ കൊണ്ടിട്ട് ആളുകളോട് സംസാരിച്ച് പാട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരുന്നതിന് വളരെ മുമ്പേ KA മുരളീധരൻ എന്ന സാറിനൊരു താല്പര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ ആകാശവാണി ഇങ്ങനെ അകത്തിരുന്നാൽ പോരാ, നമുക്ക് പുറത്തിറങ്ങണം. അപ്പൊ നമുക്ക് പോയിട്ട് പുറത്തു പോയി ആളുകളോട് സംസാരിക്കണം. മൊബൈൽ ഫോൺ മതി, നമുക്ക് വേറെ വലിയ സംവിധാനങ്ങളൊന്നും വേണ്ട, ഒരു മൊബൈൽ ഫോൺ കൊണ്ടുപോവുക, നമ്മൾ സംസാരിക്കുക. ആകാശവാണിയിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് വിളിക്കും. അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്യുന്നില്ല, പിന്നെ അത് അവസാനം 1 മണിക്കൂറിന് ശേഷമേ കട്ട് ചെയ്യും. നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുക, ബ്രേക്ക് വരുന്ന സ്ഥലത്ത് പാട്ട് കൊടുക്കുക. അങ്ങനെ ഒരു പരിപാടി നമുക്ക് പ്ലാൻ ചെയ്താലോ? അപ്പോൾ അത് ആര് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. എല്ലാവർക്കും ഭയമായിരുന്നു. അപ്പോൾ എനിക്കന്ന് ഡയറക്റ്റായിട്ട് പ്രോഗ്രാം ഇല്ല, ഞാൻ മാർക്കറ്റിംഗ് ഡിവിഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പരിപാടിക്ക് അത് കടന്നു കൂടിയാൽ മതിയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോകും. അങ്ങനെ നമ്മൾ അതിൻ്റെ ആദ്യത്തെ പരിപാടി ഈ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യ ദിനത്തിന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള ചലച്ചിത്രഗാന പരിപാടിക്ക് പകരം
അവിടെ ചെല്ലുമ്പോൾ അവിടെ ഞാനുണ്ട്, എസ് രാധ, ബിജു മാത്യു ഉണ്ട്, വിമലസേനൻ നായർ എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്, പിന്നെ അങ്ങനെ വേറെ ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകളുണ്ട്, ബാക്കി സ്റ്റുഡിയോയിലാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഒരാളില്ല കേട്ടോ. ആ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ പരിസരത്ത് ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു കുഞ്ഞുമില്ല. നമുക്ക് ആളുകളെ വിളിച്ച് സംസാരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊക്കെ പറഞ്ഞ് സ്വാതന്ത്ര്യദിന സംഭവങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ബിജു മാത്യു പോയി 2 പേരെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വളരെ സന്തോഷം, നിങ്ങൾ ഈ പരിപാടിയുടെ ആദ്യത്തെ അതിഥികളാണ്, അപ്പോൾ നമുക്ക് സംസാരിക്കാം, പേരൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കുന്നു, നമുക്ക് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സംഭവമായിരുന്നല്ലോ, നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾ. അപ്പോൾ അയാൾ എന്നോട് ചോദിക്കുന്നു, എന്താണ്, ആര് പറഞ്ഞു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്? നമ്മളൊരു ഔദ്യോഗിക മാധ്യമമല്ലേ, ആരാണ് പറഞ്ഞത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പേടിച്ചു പോയി എല്ലാവരും കേട്ടോ, കാരണം ഇത് റേഡിയോ കൂടെ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അയാളോട് ഇടപെട്ട് പറയുന്നു, അല്ല അങ്ങനെയല്ലല്ലോ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളൊരു സത്യമാണല്ലോ, അതിനകത്ത് ധാരാളം അപര്യാപ്തതകളൊക്കെ കാണും, അതൊക്കെ നമ്മൾ കാലങ്ങളെടുത്ത് ജനങ്ങൾ നിങ്ങൾ അങ്ങനെ അതിനെ സോപ്പിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അയാൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രകടനത്തിന് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒട്ടും ഇതിനോട് യോജിപ്പില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ 2 ആളുകളെയാണ് ഈ ബിജു മാത്യു വിളിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അത്തരം ഒരു അനുഭവത്തോടു കൂടിയാണ് അതിന്റെ ആരംഭം തന്നെ. പിന്നെ നമ്മളതൊരു ഏതാണ്ട് 100ഓളം എണ്ണം അദ്ദേഹം ഒരു കുടയൊക്കെ ഉണ്ടാക്കിച്ചു. പിന്നെയാണ് ഈ പ്രൈവറ്റ് ചാനലൊക്കെ കുട ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളൊരു വലിയ കുട, പല നിറത്തിലുള്ള ഒരു കുട, ആകാശവാണി എന്നൊക്കെ. ഞാൻ ഈ തിരുവല്ല, ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലൊക്കെ ഈ തൈലം വിൽക്കുന്ന ആളുകളെ പോലെ ഈ കുട കുത്തി വെച്ചിട്ട് ഞാൻ നിന്നിട്ട് ചലച്ചിത്രഗാന പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് സാധാരണ ജനങ്ങളുമായിട്ട് നമ്മൾക്ക് ഇടപഴകാൻ കിട്ടിയ വലിയ അവസരങ്ങളായിരുന്നു. വയലും വീടും പരിപാടിയുടെ ചുമതലയുണ്ടായിരുന്ന മുരളീധരൻ തഴക്കരയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ കാർഷിക മേളകൾ കണ്ടിന്യൂസ് ആയിട്ട് സംഘടിപ്പിച്ചു. അപ്പോൾ 4-5 ദിവസം നീളുന്ന കാർഷിക മേളകൾ. അപ്പോൾ ആ കാർഷിക മേളകളോടനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ സത്യം പറഞ്ഞാൽ ജനപങ്കാളിത്തത്തിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളായി തീർന്നു. അങ്ങനെ ഒരു വലിയ കാലമാണ് തിരുവനന്തപുരത്ത് ആദ്യത്തെ ടേമിൽ കഴിഞ്ഞു പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിംഗ് ഡിവിഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചു കാലം വർക്ക് ചെയ്തു. എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത കാര്യമായിരുന്നു മാർക്കറ്റിംഗ്, പക്ഷെ ഞാൻ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാഗർകോവിലിൽ പോയി. അപ്പോൾ നാഗർകോവിലിൽ ചെല്ലുമ്പോൾ എനിക്ക് തമിഴ് അറിഞ്ഞുകൂടാ. അപ്പോൾ വെളുപ്പിലെ ഞാൻ എഴുന്നേറ്റിട്ട് 30 ദിവസങ്ങൾക്കുള്ളിൽ തമിഴ് ഭാഷ എന്ന് പറയുന്ന പുസ്തകം വാങ്ങിച്ചിട്ട് ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് തമിഴ് എഴുതി പഠിക്കും. കാരണം തമിഴ്നാട്ടിൽ നാഗർകോവിലിൽ ചെല്ലുമ്പോൾ ഒരൊറ്റ ബസ്സിന്റെ ബോർഡ് ഇംഗ്ലീഷിലില്ല, നമ്പറും കൊണ്ട് തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. കടകളുടെ ഒന്നും ബോർഡ് ഇംഗ്ലീഷിലില്ല, എല്ലാം തമിഴിലാണ്. ചില സ്ഥലത്ത് വളരെ തെറ്റിച്ച മലയാളത്തിൽ ഊണ് തയ്യാറെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നല്ലാതെ ഒന്നും മലയാളവും ഇല്ല, ഇംഗ്ലീഷും ഇല്ല. അപ്പൊ ഞാൻ അതിനുവേണ്ടി തമിഴ് പഠിച്ചു. അപ്പൊ നമ്മൾ ബോർഡ് വായിക്കാം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ചെന്നിരിക്കുകയല്ലേ. ഞാൻ എൻ ശശികുമാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കോ ട്രാൻസ്ഫർ കിട്ടി. അതിനു മുമ്പേ തന്നെ മലയാളികൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. നമ്മുടെ പിന്നീട് 24-ൽ നടത്തുന്ന ശ്രീകണ്ഠൻ നായരൊക്കെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, പറക്കോട് ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത്. മലയാളികളുടെ ഈ ഇതര സംസ്ഥാന ട്രാൻസ്ഫർ പതുക്കെ സോഫ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. ദൂരം 60 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ നമ്മൾ സാങ്കേതികമായി പറയുമ്പോൾ നമ്മൾ കേരളത്തിന് പുറത്തു പോയി അങ്ങനെ പറയുന്നത്. അങ്ങനെയാണ് എനിക്കൊരു 7 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തു. പക്ഷെ അവിടുത്തെ ഒരു തമിഴ് മലയാളം കൾച്ചർ ഉണ്ടല്ലോ, നമ്മളുടെ ഈ മലയാളികളുടെയും തമിഴരുടെയും കൂടെ ഒരു ഇടകലർന്ന കൾച്ചർ എന്ന് പറയുന്നത് ഒരു വളരെ നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട ഒരു കൾച്ചറാണ്. നമ്മൾ ധീരസേന, സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വേലുത്തമ്പിയോട് തമിഴ്നാട്ടിലെ ആളുകൾക്ക് താല്പര്യമില്ല. ഞാനവിടെ കേരളത്തിലുള്ള നമ്മൾ ഈ ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചൊക്കെ പരിപാടി നടത്താമെന്ന് പറഞ്ഞപ്പോൾ അവിടെ തമിഴ്നാട്ടിലുള്ള ചില ഉദ്യോഗസ്ഥരൊക്കെ എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും ചെയ്യരുത്, ഇവിടെ അത് ഭയങ്കര തിരിച്ചടി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വേലുത്തമ്പി കള്ളം ചെയ്തവരുടെ കൈവെട്ടി, കള്ളം പറഞ്ഞവരുടെ നാവരിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള ശിക്ഷാ നടപടികൾ നടപ്പാക്കിയതെല്ലാം തമിഴ്നാട്ടിലെ ദളിതരുടെ മേലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞാൻ ആ ജാതി പേരുകളൊന്നും പറയുന്നില്ല, പക്ഷെ അവിടുത്തെ ദളിതരുടെയും പിന്നാക്കക്കാരുടെയും മേലാണ് ഈ ശിക്ഷാ നടപടി മുഴുവൻ നടപ്പാക്കിയത്. അപ്പോൾ അത് അവരുടെ ഒരു ജീവിതാനുഭവമാണ്. അപ്പോൾ അവർക്ക് നമ്മളുടെ ഈ ഹീറോ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് ഒരു വില്ലനാണ് പലപ്പോഴും. അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ അത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. ഈ നാഗർകോവിലിൽ കാണുന്ന നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു അന്യഗ്രഹത്തിൽ ചെന്നതുപോലെ നമുക്ക് തോന്നാവുന്ന തരത്തിൽ 4 പാടും മലകളും നടുക്ക് താമരപ്പാടങ്ങളും, നമ്മുടെ ഈ കന്യാകുമാരി ജില്ലയിൽ മരുഭൂമി ഒഴികെ എല്ലാം ഉണ്ട്. എല്ലാ ഭൂമിശാസ്ത്ര പ്രത്യേകതകളുള്ള സ്ഥലമാണ്, മരുഭൂമിയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. മലയ്ക്ക് മലയുണ്ട്, സമുദ്രത്തിന് സമുദ്രമുണ്ട്, പീഠഭൂമിയുണ്ട്, പുൽപ്പരപ്പുണ്ട്,
കാർഷിക ഇടങ്ങളുണ്ട്, നല്ല തടാകങ്ങളുണ്ട്, പുഴയുണ്ട്, എല്ലാം കൂടെ ചേർന്ന അത് ശരിക്കും ഈ ജവഹർലാൽ നെഹ്റു കാശ്മീരിനെ പറ്റി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജന്മനാടായതുകൊണ്ടും കന്യാകുമാരി ജില്ല കണ്ടിട്ടില്ലാത്തത് കൊണ്ടുമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കണ്ടാൽ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് പറയേണ്ട സ്ഥലമാണ് കന്യാകുമാരി. നമ്മൾ അതിലെ പോകുമ്പോൾ നേരെ കന്യാകുമാരിക്ക് ഒരൊറ്റ വിടിയിലാണല്ലോ നമ്മൾ വിടുന്നത്. നമ്മൾ ഏറിയാൽ പത്മനാഭപുരം പാലസ് കാണും, ഇല്ലെങ്കിൽ ഡിനലോയയുടെ കോട്ട കാണും, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് തോവാള വരെ പോകും. കന്യാകുമാരി ജില്ലയുടെ ഇന്റീരിയറിലേക്ക് പോകണം. ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയാൽ സ്വപ്ന തുല്യമായിട്ടുള്ള അനേകം സ്ഥലങ്ങളുണ്ട്. പക്ഷേ അവരുടെ എല്ലാം ജീവിതാനുഭവത്തിൽ ഈ പറയുന്ന കന്യാകുമാരിയിലെ മലകളിലുള്ള ഗുഹകൾ, ശ്രീനാരായണ ഗുരു ധ്യാനത്തിലിരുന്ന മരുത്വാമലയൊക്കെ ഉണ്ട് അവിടെ, അദ്ദേഹത്തിന്റെ ധ്യാനത്തിലിരുന്ന സ്ഥലമുണ്ട്. ദേവസഹായം പിള്ള എന്ന് പറയുന്ന ക്രിസ്തുമതം സ്വീകരിച്ച നീലകണ്ഠ പിള്ള, അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു. ഡിലനോയയുടെ ഈ കുളച്ചൽ യുദ്ധം കഴിഞ്ഞ് ഡിലനോയി കീഴടങ്ങി കഴിഞ്ഞപ്പോൾ നാവികസേന പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മയെ ഏൽപ്പിച്ചതാണ്. പക്ഷെ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പീഡനം നേരിടേണ്ടി വന്നു. അപ്പോൾ ദേവസഹായം പിള്ള, മുട്ടിടിച്ചാൻ പാറ എന്ന് പറയുന്ന പാറയുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുവന്ന ആ പർവ്വതത്തിൽ കൊണ്ടുവന്നൊരു ഗുഹയുടെ അടുത്ത് തളച്ചിട്ടിട്ട് വെള്ളം കൊടുത്തില്ല. അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥനയോടുകൂടി മലയിൽ തല കൊണ്ടിടിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നൊരു ഉറവ വന്ന് അദ്ദേഹത്തിന്റെ ദാഹം തീർത്തു എന്നാണ് വിശ്വാസം. ഇതൊന്നും കൂടാതെ നമ്മളുടെ അനേകം സിദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് സിദ്ധന്മാർ അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒത്തിരി സ്ഥലങ്ങൾ, നമ്മുടെ അവിടെ കിസാൻ വാണി എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായി എൻ ശശികുമാർ ഗ്രാമഗ്രാമാന്തരങ്ങളിലൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഭംഗിയിൽ ഞാൻ കുറച്ച് കവിതകളൊക്കെ ആ കാലത്ത് എഴുതിയിട്ടുണ്ട്. നാഗർകോവിലിലെ മലകൾ, നാഗർകോവിൽ എന്ന പേരിലൊക്കെ കവിതകളൊക്കെ എഴുതാനൊക്കെ എനിക്കിടയായിട്ടുണ്ട്. അപ്പോൾ ആ നാഗർകോവിലിൽ ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്കാണ് വന്നത്. മാർക്കറ്റിംഗ് ഡിവിഷനിൽ വന്നത് അങ്ങനെയാണ്. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന കൊച്ചിയിലേക്കാണ്. എൻ്റെ പ്രക്ഷേപണ ജീവിതം എന്നെനിക്കൊന്നുണ്ടെങ്കിൽ ആ പ്രക്ഷേപണ ജീവിതത്തിലെ ഏറ്റവും അധികം പാഠങ്ങൾ പഠിച്ചതും ഏറ്റവും അധികം പ്രോഗ്രാമുകൾ ചെയ്തതും ഏറ്റവും അധികം സജീവമായി ഇടപെട്ടതും ഞാൻ കൊച്ചി ആകാശവാണിയിലാണ്. കൊച്ചി ആകാശവാണിക്ക് വളരെ സവിശേഷമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. ഒരു ലോക്കൽ റേഡിയോ സ്റ്റേഷനാണ്. അതങ്ങനെ നമ്മുടെ തിരുവനന്തപുരം നിലയം പോലെ വളരെ റിജിഡായിട്ടുള്ള പ്രോഗ്രാം പാറ്റേൺ അല്ല. അവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർക്ക് തന്നെ താല്പര്യപൂർവ്വം അവിടുത്തെ ഒരു ലൊക്കേഷന്റെ സ്ഥിതി മനസ്സിലാക്കി പ്രോഗ്രാമുകൾ മാറ്റാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാമുകൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒരു സ്ഥലം. അവിടുത്തെ അന്നത്തെ പ്രോഗ്രാമിന്റെ അന്തരീക്ഷം വളരെ നല്ലതായിരുന്നു. അവിടെ VM ഗിരിജ എന്ന് പറയുന്ന കവി, മലയാളത്തിലെ വളരെ പ്രഖ്യാതയായിട്ടുള്ള കവി അവിടുത്തെ അനൗൺസറായിരുന്നു. റേഡിയോ നാടകങ്ങളുടെ ഏറ്റവും പുതിയ തലമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേർ നമ്മൾ പറഞ്ഞാൽ ഒന്ന് M രാജീവ് കുമാറും ഒന്ന് പിന്നെ KV ശരത്ചന്ദ്രനുമാണ്. രാജീവ് അങ്ങനെ നാടകത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തിയ ആളാണ്. ആകാശവാണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എഴുതിയ ആളുകളിൽ ഒരാളാണ് രാജീവ്. ഒരുപാട് ഫീച്ചറുകൾ എഴുതുക അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ ഈ കൊച്ചിയിൽ KV ശരത്ചന്ദ്രൻ ഉണ്ടായിരുന്നു. ശരത്തിന്റെ നാടകങ്ങളൊക്കെ വലിയ ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചിട്ടുള്ള നാടകങ്ങളായിരുന്നു. അവിടെ ഞാൻ ചെല്ലുമ്പോൾ തിരുവനന്തപുരത്ത് നിലയത്തിൽ പണ്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. RC ഗോപാൽ എന്ന് പറയുന്ന ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം ശരിക്കും എന്നെ വളരെയധികം എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഒരുപാട് പരിപാടികൾ ഏൽപ്പിച്ചു. അന്ന് അവിടെ തിരുനെല്ലൂർ കരുണാകരൻ സാറിന്റെ മകൻ TK മനോജൻ അന്ന് അവിടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ മനോജൻ അസാമാന്യമായി ഇന്നോവേഷൻ ഉള്ള ഒരാളാണ്. പെട്ടെന്ന് ദേഷ്യം വരും എന്നുള്ളത് ഒഴിച്ചാൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര മിടുക്കനാണ്. ധാരാളം അഗാധമായ അറിവുണ്ട്. അപ്പൊ മനോജൻ അന്ന് വാക്കും പൊരുളും എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. ഒരു വാക്കെടുക്കുക, അതിന്റെ അർത്ഥം പറയുക, അതിന്റെ എറ്റിമോളജിയിലേക്ക് പോവുക, അതിന്റെ റൂട്ട് അന്വേഷിച്ച് പോവുക, അങ്ങനെ ഒരു പരിപാടി. അപ്പോൾ അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ആ പരിപാടി മാറ്റിയിട്ട്, അത് അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അത് മാറ്റിയിട്ട് RC ഗോപാൽ സാർ അത് എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് മനോജനെ പോലെ ഞാൻ ഇക്കണോമിക്സ് പഠിച്ച ഒരാളാണ്. എൻ്റെ താല്പര്യം കൊണ്ടാണ് ഞാൻ മലയാളം കൈകാര്യം ചെയ്യുന്നത്. മനോജൻ ഭാഷ തന്നെ പഠിച്ചിട്ടുണ്ട്, സംസ്കൃതം അറിയാം, പിന്നെ വായനയുടെ വലിയ പാരമ്പര്യമാണ്. അപ്പം മനോജൻ അത് ചെയ്യുന്ന ഒരു പരിപാടി എനിക്കത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പക്ഷെ എന്നെ ഏൽപ്പിച്ചിട്ട് കുറച്ച് നാൾ ഞാൻ മനോജനെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ശ്രീകുമാറിനെ ഞാൻ ഏൽപ്പിച്ചത് ശ്രീകുമാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ പരിഭ്രമമായി. അപ്പം ഞാനൊരു മാർഗം കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ച മാർഗം, നമുക്കിത് അക്ഷരമാല ക്രമത്തിലാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അക്ഷരമാല ക്രമത്തിൽ ഒരു വാക്കെടുക്കുക, ആ വാക്കിന്റെ അർത്ഥം പറയുക. ഞാൻ അപ്പോൾ അതിനൊരു എൻ്റെ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഈ വാക്കിനെ കുറിച്ച് ഏതൊക്കെ കൃതികളിലാണോ പരാമർശമുള്ളത്, ലെക്സിക്കൺ പോലെ ഈ ഏതൊക്കെ കൃതികളിലാണോ പരാമർശമുള്ളത് അത് കണ്ടുപിടിച്ച് അത് പറയുക. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഭീകര അധ്വാനമായിരുന്നു. അപ്പോൾ ഞാൻ എത്രയോ പുസ്തകങ്ങൾ റെഫർ ചെയ്യണം. അപ്പോൾ അത് റെഫർ ചെയ്ത് ഈ വാക്കുകൾ കണ്ടുപിടി മെക്കാനിക്കലായ ഒരു പ്രവൃത്തി കൂടിയാണ്. പക്ഷെ അത് റേഡിയോയിൽ അതിന് വമ്പിച്ച സ്വാധീനമുണ്ടായി. അപ്പോൾ ഞാൻ അതിന് വാക്കും പൊരുളും ശ്രവ്യ നിഘണ്ടു എന്ന് പേരിട്ടു.
അപ്പോൾ ആ പരിപാടി ഞാൻ പോരുന്നത് വരെ ചെയ്തുകൊണ്ടിരുന്നു. അതിന് വമ്പിച്ച പോപ്പുലാരിറ്റി കിട്ടി. കാരണം അതിനകത്ത് CV രാമൻപിള്ളയുടെ കൃതികൾ, അധ്യാത്മരാമായണം, ഉള്ളൂര്, വള്ളത്തോൾ, വൈലോപ്പിള്ളി, ഇടശ്ശേരി, ഇങ്ങനെ കവികളും കഥാകാരന്മാരും, ഉറൂബ് തകഴി, ഇങ്ങനെയുള്ള കവികളും കഥാകാരന്മാരും അതിലെ ഉദാഹരണങ്ങളായി എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് അത് വലിയ ഒരു പോപ്പുലറായി. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് വളരെ പ്രിയപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. അദ്ദേഹം ഈ CV രാമൻപിള്ളയുടെ ഒരു ആരാധകനാണല്ലോ. അതുകൊണ്ട് ഞാൻ CV ധാരാളമായി ഉദ്ധരിക്കുന്നത് കൊണ്ട് ഒരു ദിവസം ചങ്ങമ്പുഴ പാർക്കിൽ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ കണ്ടിട്ട് ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയിൽ നിന്ന് CV എത്രയോ അധ്യായങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഓർമ്മയിൽ നിന്ന് ഒരു റെഫറൻസും ഇല്ല. അദ്ദേഹത്തിന്റെ ഗംഭീരമായ ശബ്ദത്തിൽ CV വളരെ സ്വകാര്യമായിട്ട് എനിക്ക് മാത്രമായിട്ട് ഈ പരിപാടിയിൽ നിന്നാണ്. അപ്പൊ കോഴിക്കോട്ടെ റൂറൽ പബ്ലിക്കിനിടയിൽ എനിക്കൊരു പോപ്പുലാരിറ്റി ഉണ്ടാക്കി തന്നത് ഈ പരിപാടിയാണ്. അതുകൂടാതെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ RC ഗോപാൽ സാർ പോയിട്ട് അവിടെ ബാലകൃഷ്ണൻ കൊയ്യാൽ എന്ന് പറയുന്നൊരു ഡയറക്ടർ വന്നു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഡോക്ടർ KG പൗലോസ്, വലിയ സംസ്കൃത സർവകലാശാലയുടെ VC ഒക്കെ ആയിരുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം ഒരിക്കലൊരു CD-യുമായിട്ട് അവിടെ വന്നു. കാളിദാസ കൃതികൾ അദ്ദേഹത്തിന്റെ ശിഷ്യകൾ ആലപിച്ചതാണ്, അതവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാലകൃഷ്ണൻ സാറുമായിട്ട് ആലോചിക്കുമ്പോൾ ബാലകൃഷ്ണൻ സാർ അത് കൊടുക്കും. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഒരു ദിവസം ഒരു ശ്ലോകം, അപ്പോൾ ആ ശ്ലോകം നമ്മൾ ഇവരുടെ ഈ ശബ്ദത്തിൽ കേൾപ്പിക്കുന്നു. KG പൗലോസ് സാർ അതിന് വളരെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഒരു വ്യാഖ്യാനം കൊടുക്കുന്നു. മൊത്തം ഒരു 5 മിനിറ്റ് 6 മിനിറ്റുള്ള ഒരു പരിപാടി. സാറ് സമ്മതിച്ചു. നമ്മളത് എത്ര വർഷം കാളിദാസ കൃതികൾ, മേഘസന്ദേശം, കുമാരസംഭവം, രഘുവംശം, ഈ 3 കൃതികൾ നമ്മൾ ദിവസം ഒരു ശ്ലോകം വെച്ച്, ആ ശ്ലോകവും അതിന്റെ വ്യാഖ്യാനവും, സാർ അത് പുസ്തകമാക്കാൻ ആലോചിക്കുന്നുണ്ടെന്ന് എന്നോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞു KG പൗലോസ് സാർ. അത് സംസ്കൃതത്തിലാണ്. അപ്പോൾ അത് ആസ്വദിക്കുമോ എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ഓട്ടോറിക്ഷയിൽ കയറി പോകുമ്പോൾ ആകാശവാണിയുടെ വാതിലിൽ നിന്ന് കയറിയപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നോട് ചോദിച്ചു, ഇവിടെയാണോ ജോലി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഇവിടെയാണ് ജോലി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഈ കാളിദാസ മാധുരി അവതരിപ്പിക്കുന്ന പൗലോസ് സാറിനെ കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അദ്ദേഹം ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ വന്നിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ നമ്പർ തരാമെങ്കിൽ ഞാൻ അദ്ദേഹം വരുമ്പോൾ വിളിച്ചു കാണിക്കാം. അയ്യോ, അത്രയൊന്നും പറ്റില്ല. പക്ഷേ കാളിദാസ മാധുരി രാവിലെ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് ഞാൻ ഓട്ടം എടുക്കാറില്ല എന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിട്ട് ഈ കാളിദാസ മാധുരി കേൾക്കുമെന്ന്. ഈ കാളിദാസന്റെ കവിതയുടെ ഒരു രസമാധുരി ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരിലേക്ക് എത്തിക്കാൻ അങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് പൗലോസ് സാറിന്റെ ഒരു ഡെഡിക്കേഷൻ കൊണ്ടും അന്ന് അത് റെക്കോർഡ് ചെയ്യാൻ എൻ്റെ കൂടെ സഹായിച്ചിരുന്ന ടീന എന്ന് പറയുന്ന കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ ഡെഡിക്കേഷൻ കൊണ്ടുമാണ് അത് നടന്നത്. അപ്പോൾ അതുകൂടാതെ ആ കാലത്ത് ഉണ്ടായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ഒരു റേഡിയോ നാടകോത്സവം പണ്ട് വളരെ ഫേമസ് ആയിരുന്നല്ലോ. അപ്പോൾ റേഡിയോ നാടകോത്സവം വരുന്നു. റേഡിയോ നാടകോത്സവത്തിന് RC ഗോപാൽ സാർ ഉള്ളപ്പോൾ അദ്ദേഹം ഒരു വളരെ പ്രശസ്തനായ നാടകകൃത്തിനെ നാടകം എഴുതാൻ ഏൽപ്പിച്ചു. റേഡിയോ നാടകോത്സവം തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് അദ്ദേഹം പിന്മാറിയത്. അപ്പൊ കൊച്ചിക്ക് റേഡിയോ നാടകം ഇല്ല. ശരത്താണ് അത്രയും നാൾ ചെയ്തുകൊണ്ട്, ശരത്ത് കണ്ണൂരേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ RC ഗോപാൽ സാർ പറഞ്ഞു, ശരത്ത് പോയത് കൊണ്ട് നാടകമില്ലാതാവരുത്, നാടകം ഉണ്ടാവണം. ആരോട് ചോദിക്കും 2 ആഴ്ചയ്ക്ക് ഒരു നാടകം എഴുതി തരണം. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ശ്രീകുമാർ നാടകം എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് വരെ ചെറിയ സ്കിറ്റുകൾ ധാരാളം എഴുതുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനൊരു റേഡിയോ നാടകം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, സാറ് ഞാൻ സ്കിറ്റ് അല്ലാതെ ഒരു നാടകം എഴുതിയിട്ടില്ല. സാറ് പറഞ്ഞു പറ്റും. ഇനിയിപ്പോൾ ഒരു പുതിയ കഥ എഴുതാൻ എളുപ്പമല്ല. സാറ് പറഞ്ഞു ഏതെങ്കിലും ഒരു കൃതി നോക്കിയിട്ട് അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് വളരെ പ്രിയപ്പെട്ട ആരോഗ്യ നികേതനം എന്ന താരാശങ്കർ ബന്ദോപാധ്യായയുടെ നോവൽ എടുത്തിട്ട് അതിലെ കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ടൊരു നാടകം ഉണ്ടാക്കി. ആ നാടകം എഴുതി അത് അദ്ദേഹത്തിന് വളരെ ബോധ്യപ്പെട്ടു. അപ്പോൾ അതിനകത്ത് KPSC ലളിതയാണ് അത്തർബവുമായിട്ട് അഭിനയിച്ചത്. കലാമണ്ഡലം കൃഷ്ണനായർ സാറിന്റെ മകൻ കലാശാല ബാബു എന്ന് പറയുന്ന ചലച്ചിത്ര നടനാണ് അതിൽ ജീവൻ മഷായിയായിട്ട് അഭിനയിച്ചത്. പ്രദ്യോത് എന്ന് പറയുന്ന അലോപ്പതിയുടെ പ്രതിനിധിയായിട്ടുള്ള ഡോക്ടറായിട്ട് RC ഗോപാൽ സാർ അഭിനയിച്ചു. ആ നാടകം നല്ല വിജയമായിരുന്നു. ആ നാടകം വിജയമായി. അതോടുകൂടി ഞാനൊരു വേണമെങ്കിൽ ഫെസ്റ്റിവലിന് നാടകം എഴുതാവുന്ന ഒരു നാടകകൃത്തായി മാറി. അതിനെ തുടർന്നുള്ള വർഷങ്ങളിൽ RC ഗോപാൽ സാറിന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു, ലേഖ എന്നോട് നിർബന്ധിച്ചു, അടുത്ത വർഷം നിങ്ങളൊരു കവിത ശ്രീകുമാർ നാടകമാക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു കാവ്യം നാടകമാക്കിയാൽ മതി എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഉജ്ജയിനി പുറത്തു വന്ന സമയമാണ്. അപ്പം ഞാൻ ഉജ്ജയിനി നാടകമാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ONV സാറുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ സാറ് സമ്മതിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. സാറിനെ സംബന്ധിച്ച് സാറിന്റെ കൃതികളോട് സാറിനുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മറ്റു പല കവികൾക്കും ഇപ്പൊ P കുഞ്ഞിരാമൻ നായർക്കൊന്നും കൃതികളോട് ഒരു അറ്റാച്ച്മെന്റ്, എഴുതി ഉപേക്ഷിക്കുക, എഴുതി കൊടുത്തു അതോടുകൂടി പണി തീർന്നു, അതിനെക്കുറിച്ചൊരു ഓർമ്മയില്ല. പക്ഷെ സാർ അങ്ങനെയല്ല. അപ്പൊ ഞാൻ സാറിനോട് ചെന്നിട്ട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു,
ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇത് ആര് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു പറ്റില്ല എന്ന് സാറ് പറയും. സാറ് പറഞ്ഞു ശരി ചെയ്തോളൂ. അപ്പോൾ എനിക്കിതിൽ നിങ്ങൾ ഈ നാടകമാക്കുമ്പോൾ ഇതിൽ നിങ്ങളുടെ ഭാവനയൊന്നും കലർത്തി അതിനകത്തൊന്നും ചെയ്യാൻ പാടില്ല. ഈ കൃതിയിൽ നിന്ന് നിങ്ങൾ ഒരു കാരണവശാലും പുറത്ത് കിടക്കാൻ പാടില്ല. പിന്നെ ഇതിലെ കവിതയ്ക്ക് പ്രാധാന്യം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് സാറ് പറഞ്ഞു. ഞാൻ ഇതിനെ എഴുതിക്കൊണ്ട് കൊടുത്തപ്പോൾ സാർ അതിനെ പാടെ തിരസ്കരിച്ചു. ഇങ്ങനെ എഴുതിയാൽ പോരാന്ന് പറഞ്ഞു. രണ്ടാമതൊരു നാടകം എഴുതിയാൻ സാറിൻ്റെ കൊടുക്കുമ്പോൾ സാറിന് ഒരു അനാരോഗ്യത്തിന്റെ സമയമാണ്. ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ സാർ അകത്തെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് അവശതയുണ്ട്. അപ്പോൾ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോഴുകൂടെ സാറ് വേണ്ട എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കുകയാണ്. പക്ഷേ സാറിന് ഇഷ്ടപ്പെട്ടു. സാറ് പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു. സാറിൻ്റെ മകനാണ് അതിന് സംഗീതം ചെയ്തത്. അതൊരു ഗംഭീര നാടകമായി. ഒരു നാടകം. പിന്നെ അല്ലാതെ നാടകങ്ങൾ ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ EP ശ്രീകുമാർ എഴുതിയ എന്താണ് നമ്മുടെ ആ പുസ്തകത്തിന് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ EP ശ്രീകുമാർ എഴുതിയ ഒരു നാടകമുണ്ട്. അപ്പോൾ അത് ഒരു ആത്മഹത്യാ പ്രതിരോധത്തെക്കുറിച്ച് എഴുതിയ ഒരു നാടകം. പിന്നെ അങ്ങനെയുള്ള നാടകങ്ങൾ സംവിധാനം ചെയ്തു. പക്ഷെ പിന്നീട് ഒരു നാടകവും കൂടെ എഴുതിയിട്ടുണ്ട് ആ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട്. ആ നാടകം C രാധാകൃഷ്ണൻ സാറിൻ്റെ പളനിയുടെ വഴി എന്ന് പറയുന്നൊരു ചെറുകഥയെക്കുറിച്ചാണ്. അതൊരു വളരെ തീരെ ചെറുകഥയാണ്. അപ്പോൾ അതിനകത്തൊരു പ്രമേയം എന്ന് പറയുന്ന ഒരു വേലക്കാരനായിട്ടുള്ള പയ്യൻ, വീടുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഉള്ള അയാളുടെ യജമാനത്തി കൊല്ലപ്പെടുന്നു. അപ്പോൾ യജമാനത്തി കൊല്ലപ്പെട്ടിട്ട് അങ്ങനെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി ഉണ്ടായിട്ടുണ്ട് പാലക്കാട്ട്. അപ്പോൾ ആ കൊല്ലപ്പെട്ടിട്ട് ഇയാളെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ട് കുറ്റം ഇയാളിൽ ഏൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് മർദ്ദനത്തിനിടെ ഇയാൾ മരിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് നാടകമാക്കുമ്പോൾ ഞാൻ രാധാകൃഷ്ണൻ സാറിനോട് സാർ ചെയ്തോളാൻ പറഞ്ഞു. സാറിന് എന്നോട് വളരെ അടുപ്പമാണ്. അപ്പോൾ അത് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ നാടകം അങ്ങനെ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പുതിയൊരു കഥാപാത്രത്തെ അതിൽ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചിട്ട് അതിനെ നാടകീയമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. പക്ഷെ സാർ അത് വളരെ ഉദാരമായിട്ട് സാർ അത് സമ്മതിച്ചു. സാർ പറഞ്ഞു ഈ കഥ എഴുതുമ്പോഴും നമുക്ക് ഈ കഥാപാത്രം വേണമെങ്കിൽ ആകാമായിരുന്നു എന്ന് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ കാലത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. അപ്പോൾ അവിടെ ജീവിച്ച കാലം എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാലമായിരുന്നു. നമ്മളെങ്ങനെ സമൂഹത്തോട് പെരുമാറണം, നമ്മളങ്ങനെ ഒരുപാട് പരിപാടികൾ ആകാശവാണിക്ക് പുറത്ത് നടത്തുക. അപ്പോൾ നമ്മളെങ്ങനെ പ്രക്ഷേപണ മാധ്യമം എന്ന നിലയിൽ ആകാശവാണി സാധാരണക്കാരുടെ ഇടയിലാണ് അതിന് ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ളത്. അപ്പോൾ അതിനകത്തെ പരിപാടികളെല്ലാം ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിലെ പരിപാടികളിൽ നിങ്ങൾക്ക് ഒരു പരിപാടി പോലും അതിൽ അനുചിതമായി പോയി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് സമൂഹ വിരുദ്ധമായിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. അത്രയും സാത്വികന്മാരെ ലോകത്തിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലായിരിക്കും. പക്ഷെ അങ്ങനെയാണത്. അപ്പൊ രാവിലെ അത് ആരംഭിക്കുമ്പോൾ മുതൽ, സുഭാഷിതം ആരംഭിക്കുമ്പോൾ മുതൽ അതിലെ എല്ലാ പരിപാടികളും ഒരു കുടുംബത്തിൽ എന്തൊക്കെയാണോ ഏതൊക്കെ സെഗ്മെന്റിലാണോ ആളുകൾക്ക് ആവശ്യമുള്ള അതാണ്. അപ്പോൾ അതിനകത്ത് വനിതകൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി, ഇപ്പൊ തിരുവനന്തപുരത്ത് കൂട്ടുകാരി എന്നാണ്, പണ്ട് മഹിളാലയം സാരസ്വയമ ചേച്ചിയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് യുവാക്കൾക്ക് വേണ്ടി യുവവാണി, കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വേണ്ടി രശ്മി, കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്ക് വേണ്ടി ബാലലോകം, അങ്ങനെ സായന്തനം, വയസ്സായ ആളുകൾക്ക് വേണ്ടി സായന്തനം. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾ ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഏറ്റവും വൃദ്ധനായ ആളുകൾക്ക് വരെ ഉള്ള പരിപാടികളാണ്. അതിനകത്ത് എന്റർടൈൻമെന്റും കൂടെ ചേരുകയും ചെയ്യുമെങ്കിലും അതൊരാൾക്ക് ഏറ്റവും ജീവിതത്തെ ഏറ്റവും വിവേകത്തോടു കൂടി സമീപിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റാണ് അതിൻ്റെത്. ആ കണ്ടന്റ് എത്രയോ കാലം മുമ്പ് ഡിസൈൻ ചെയ്തതാണ്. അതിനകത്ത് കാലാനുസൃതമായിട്ട് ധാരാളം മാറ്റങ്ങൾ വരികയും കാലാനുസൃതമായി ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും ചെയ്തു എന്നല്ലാതെ ഇപ്പോഴും അതിന്റെ സ്ട്രക്ചറിന് മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മൾ സാധാരണ ആ സ്ട്രക്ചറിന് മാറ്റം വന്നാൽ അത് ആളുകൾ സഹിക്കുകയില്ല കേട്ടോ. നമ്മൾ ഈ പത്രത്തിന്റെ കാര്യം അറിയാലോ, പത്രത്തിന്റെ ലേ ഔട്ട് മാറ്റിയിട്ട് കേരളത്തിലെ വളരെ പ്രമുഖ പത്രങ്ങളൊക്കെ ലേ ഔട്ട് മാറ്റി നോക്കിയിട്ടുണ്ട്. ലേ ഔട്ട് മാറ്റി 4-ാം ദിവസം ആളുകൾ അത് റിജക്ട് ചെയ്യും കേട്ടോ. വീണ്ടും പഴയതുപോലെ ആക്കുക, പ്രിന്റിങ് കുറച്ചുകൂടി തെളിച്ചുള്ളതാക്കുക, കുറച്ചുകൂടെ സ്പേസ് ചെയ്യുക എന്നൊക്കെ അല്ലാതെ അടിമുടി അതിന്റെ ലേ ഔട്ട്, അതിന്റെ തലക്കെട്ട് ഉൾപ്പെടെ. ഇപ്പൊ ഏതെങ്കിലും മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു പത്രം അതിന്റെ തലക്കെട്ട് ഇപ്പോ ചെയ്യുന്നത് പോലെ അല്ലാതെ ഗ്രാഫിക്സ് ഒന്ന് മാറ്റി അതിന്റെ തലക്കെട്ട് വേറൊന്നാക്കി നോക്കട്ടെ, ആ പത്രം വേണ്ടെന്ന് വെക്കും ആളുകൾ. അപ്പൊ ആ ഒരു കണ്ടീഷനിങ് ഉണ്ട് അതിനകത്ത്. ആ കണ്ടീഷനിങ് ആകാശവാണിയുടെ കാര്യത്തിലുണ്ട്. ആകാശവാണി ശ്രോതാക്കളെ സംബന്ധിച്ച് ഈ കണ്ടീഷനിങ്ങിന് വിധേയരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിന്റെ ശ്രോതാക്കളിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, കാഴ്ചയില്ലാത്ത ആളുകൾ, അങ്ങനെ ഈ ജീവിതത്തിൽ ദൈന്യം അനുഭവിക്കുന്ന ആളുകൾ, മറ്റൊരു മാധ്യമം, ഒരു ഇലക്ട്രോണിക് മാധ്യമം പൈസ കൊടുത്ത് വാങ്ങി വെക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഒരു മാധ്യമമാണ് കേരളീയ സമൂഹത്തെ. കേരളീയ സമൂഹം രൂപപ്പെട്ടു വരുന്നത് എങ്ങനെയാണ്? കേരളീയ സമൂഹം രൂപപ്പെട്ടു വരുന്നത് അതിന്റെ നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും പുരോഗമിച്ച സമൂഹം എന്ന് പറയുന്നത് രൂപപ്പെട്ടു വരുന്നത് വലിയൊരു നിശബ്ദ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പം
ശബ്ദമുള്ള ഒരു വിപ്ലവവും കൂടെ അതിൻ്റെ കൂടെയുണ്ട്. ഇപ്പൊ അയ്യങ്കാളിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള പ്രത്യക്ഷ സമരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സമരങ്ങളുടെ വിപ്ലവം, ശ്രീനാരായണ ഗുരുവിന്റെ ഒരു നിശബ്ദ വിപ്ലവം, അരുവിക്കരയിൽ ഞാൻ പ്രതിഷ്ഠ നടത്താൻ പോകുന്നു എന്ന് ഒരാളെയും അറിയിച്ചിട്ടല്ല ചെയ്തത്. അതൊരു അർദ്ധരാത്രിയിൽ നദിയിലിറങ്ങി മുങ്ങിയിട്ട് അതിൽ നിന്നൊരു ശിലാഖണ്ഡം എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ശിവനാണ് എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ചത് ഒരാളോടും പറഞ്ഞില്ല. പക്ഷേ അത് ആരോടും പറയാതെ, ഒരു വാർത്താവിനിമയ മാധ്യമങ്ങളുടെയും സഹായമില്ലാതിരുന്ന ഒരു കാലത്ത് അത് ആരോടും പറയാതെ കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകളിൽ എത്തുകയും കേരളത്തിലെ ഏറ്റവും ശിലാഹൃദയനെ പോലും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിശബ്ദ വിപ്ലവം നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് വന്നതാണ് പിന്നീട് വന്ന സാമൂഹിക നവോത്ഥാനം എന്ന് പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ആ പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന് വളക്കൂർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ണിൽ ആകാശവാണി പോലൊരു മാധ്യമത്തിന് വലിയ സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ആ മണ്ണിലേക്കാണ് ആകാശവാണി പ്രവേശിച്ചത്. അപ്പോൾ അത്രയും സാധ്യത ഉള്ള ഒരു സ്ഥലത്തേക്ക് ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം അങ്ങനെ കൊടുക്കുന്ന ഒരു മാധ്യമത്തെ ഇരു കൈ നീട്ടി ആളുകൾ സ്വീകരിച്ചു. നമ്മൾ സന്താന നിയന്ത്രണം ഇന്ത്യയുടെ ഒരു ആവശ്യമായ കാലത്ത്, ജനസംഖ്യാ പെരുപ്പം കൊണ്ട് ഇന്ത്യ വീർപ്പുമുട്ടുന്ന കാലത്ത്, നമ്മുടെ പഞ്ചവത്സര പദ്ധതിയിൽ അതൊരു വലിയ ഒരു ഭീഷണിയാണ് എന്ന് കാണുന്ന കാലത്ത് ആളുകളെ ബോധവൽക്കരിക്കാൻ റേഡിയോ ആണ് ഉപയോഗിച്ചത്. എല്ലാവരോടും നിങ്ങൾക്ക് രണ്ട്, നിങ്ങൾ രണ്ട്, നിങ്ങൾക്ക് രണ്ട്, നാം രണ്ട്, നമുക്ക് രണ്ട്, നാം രണ്ട്, നമുക്ക് ഒന്ന് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വരുന്നു അതിൻ്റെ കൂടെ. പക്ഷെ ആകാശവാണി ചെയ്തത്, ഇപ്പോഴും എസ് രമേശൻ നായരും ഈവൻ ONV സാറും അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സന്താന നിയന്ത്രണത്തിന് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ അങ്ങനെ ഒരു പർപ്പസിൽ നിന്നല്ലാതെ മാറ്റി നിർത്തി കേട്ടു നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഗാനങ്ങളാണ്. പാട്ടുകളാക്കുക, അത് ഗംഭീരമായ തുടർ നാടകങ്ങൾ എഴുതുക, നാടകങ്ങളാക്കി പരിവർത്തിപ്പിക്കുക. നമ്മുടെ ആകാശവാണിയിലെ ലെജൻഡറി ആയിട്ടുണ്ടായിരുന്ന എത്ര പ്രതിഭാശാലികൾ തിരുവനന്തപുരം ആകാശവാണിയിൽ, ഇപ്പോൾ TP രാധാമണി, P ഗംഗാധരൻ നായർ, വീരരാഘവൻ നായർ, നമ്മളുടെ ജഗതി NK ആചാരി, പിന്നെ നമ്മളുടെ രാമൻകുട്ടി നായർ സാറ്, അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ അവരുടെയൊക്കെ പ്രതിഭയും ആ കാലത്ത് ആകാശവാണിയിൽ എഴുതാനുണ്ടായിരുന്ന മടവൂർ ഭാസി, പിന്നീട് KG സേതുനാഥ്, തിരുനേനാർകുറിച്ചി മാധവൻ നായർ, അങ്ങനെയുള്ള നിരവധി ആൾക്കാരും, G വിവേകാനന്ദൻ, G ശങ്കരക്കുറുപ്പ് പോലും തിരുവനന്തപുരം ആകാശവാണിയിൽ സാഹിത്യ സലാഹക്കാർ എന്ന് പറയുന്ന ജോലിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് ഈ സമൂഹ നന്മയിലേക്ക് എങ്ങനെ ജനങ്ങളെ കൊണ്ടുവരാം. അപ്പൊ ഈ ആകാശവാണിയുടെ ആ കാലത്തെ നയം, നമ്മൾ കലാകാരന്മാരെയും എഴുത്തുകാരെയും പ്രത്യേകമായി പ്രൊഡ്യൂസർമാരായി നിയമിക്കുകയും ഭരണത്തിനായിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ടീവുമാരെ വെക്കുകയും ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രചരണ പരിപാടികളൊക്കെ നടക്കുമ്പോഴും അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് കേരളത്തിലെ ഒന്നാംകിട എഴുത്തുകാരാണ്. ഒന്നാംകിട എഴുത്തുകാരും ഒന്നാംകിട അഭിനേതാക്കളും ഒന്നാംകിട കലാകാരന്മാരുമാണ് അതിനെ ചുക്കാൻ പിടിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ക്വാളിറ്റി ഉണ്ടായത്. ആ ക്വാളിറ്റിയുടെ രഹസ്യം അതാണ്. പിന്നീട് ആകാശവാണി തീരുമാനിച്ചു ഇതുകൊണ്ടൊക്കെ എന്തോ സ്വജനപക്ഷപാതം നടക്കുന്നുണ്ട്, എന്തോ കുഴപ്പം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് UPSCയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും ആളുകളെ നിയമിച്ചു തുടങ്ങി. ഞാൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി വന്ന ഒരാളാണ്. അപ്പോൾ അതുവഴി വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്താ? അതുവഴി വന്നപ്പം ഈ കലാകാരന്മാരുടെ എണ്ണം കുറഞ്ഞു, പകരം സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി. ശരിയാണ്, സ്വജനപക്ഷപാതമൊക്കെ പോയി, വളരെ ചെറിയ തോതിൽ അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ അഴിമതി ഉണ്ടായിരുന്നത് പോയി. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ അതിന്റെ കുറവ് വന്നു. കാരണം ഈ മനുഷ്യർ ചെയ്തിരുന്ന, ഇപ്പൊ നാഗവള്ളി RS കുറുപ്പ് സാറൊക്കെ ചെയ്തിരുന്ന നാട്ടിൻപുറം എന്ന് പറയുന്ന പരിപാടി കേൾക്കാൻ ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ ഞാനും അച്ഛനും കൂടെ, അച്ഛൻ എന്നെ വിരലി പിടിച്ച് കൊണ്ടുപോകുമായിരുന്നു. അതിനകത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. അതിനകത്ത് ആ ചായക്കടയിലെ ചർച്ചകളൊക്കെ ഇന്ത്യക്കാരെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഈ രാസവളം ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചത് ആകാശവാണി വഴിയാണ്. ധവള വിപ്ലവം ഉണ്ടാക്കാൻ അത് പ്രേരിപ്പിച്ചത് ആകാശവാണി വഴിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സാംസ്കാരികമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണല്ലേ നിന്നിട്ടുള്ളത്. അപ്പൊ അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞ കൊച്ചി ആകാശവാണിയിൽ എനിക്ക് കൊച്ചി കഴിഞ്ഞിട്ട് കൊച്ചിയിലൊരു 7 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാനപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് ഇവിടുത്തെ പ്രഭാതഭേരി എന്ന് പറയുന്ന വളരെ പ്രഖ്യാതമായ പരിപാടി, അപ്പൊ അതിന്റെ ചുമതലയുണ്ടായി, സാഹിത്യ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായി. അപ്പോഴെല്ലാം വളരെ ഗംഭീരമായിട്ട് നമുക്ക് ലിറ്റററി ഗുരു എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായി. ലിറ്റററി ഗുരു എന്ന് പറയുന്ന പരിപാടി അത് നടപ്പാക്കിയത് രമാകാന്ത് എന്ന് പറയുന്ന ഒരു കർണാടകക്കാരനായിട്ടുള്ള, ആന്ധ്രാക്കാരനോ കർണാടകക്കാരനായിട്ടുള്ള ഒരാൾ ദക്ഷിണേന്ത്യയിൽ മൊത്തമായിട്ടാണ് നടപ്പാക്കിയത്. ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ അതത് സംസ്ഥാനത്തിലെ അതത് ഭാഷയിലെ
അക്കാദമി അവാർഡ് വിന്നേഴ്സ് ആയിട്ടുള്ള എഴുത്തുകാരുമായിട്ടുള്ള അഭിമുഖം, 1 മണിക്കൂർ അഭിമുഖം. അപ്പോൾ ഒരേ സമയം ഈ ദക്ഷിണേന്ത്യ മുഴുവൻ പ്രക്ഷേപണം ചെയ്യണമെന്ന ആശയത്തിലാണ് നടപ്പാക്കിയത്. തിരുവനന്തപുരത്ത് നടപ്പാക്കി. അതിന്റെ ആദ്യത്തെ 1-2 മീരാ റാണിയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം മുഴുവൻ ഞാനാണ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു 10-60 എഴുത്തുകാരെ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞു. ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ ഗുണം, അത്രയും എഴുത്തുകാരുടെ എഴുത്തിലൂടെ ഞാൻ കടന്നുപോയി. പിന്നെ അവരുടെ സാഹിത്യ ജീവിതം അനാവരണം ചെയ്യുന്നതിലൂടെ അത്രയും പേരുടെ, നമ്മളിപ്പോൾ MA-ക്കൊക്കെ പഠിക്കുന്ന ആളുകൾ, അങ്ങനെ PG-ക്കൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് മലയാളമാണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ഇന്റർവ്യൂ കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു അവരുടെ കൃതികളിലൂടെ ഒരു വലിയ ആഴത്തിലുള്ള സഞ്ചാരം നടത്തുന്നതിന് ഫലം ചെയ്യും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾ അവസാനത്തെ ഒരു വർഷം, ഞാൻ ഈ റിട്ടയർ ചെയ്ത ഏപ്രിൽ 30-നാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ അതിന്റെ ഒരു മുമ്പുള്ള ഒരു വർഷം ആകാശവാണിയുടെ 75-ാം വാർഷികമായിരുന്നു. അപ്പോൾ ആകാശവാണിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് ശിവകുമാർ എന്ന് പറയുന്ന ഡയറക്ടറാണ്, നമുക്ക് പ്രോഗ്രാമിന്റെ ആളുണ്ടായിരുന്നു. അദ്ദേഹം അന്തർദേശീയ തലത്തിൽ ഒരു സ്പോർട്സ് കമന്റേറ്ററും സ്പോർട്സിന്റെ ദീർഘകാലം ഡൽഹിയിൽ ദേശീയ തലത്തിൽ സ്പോർട്സിന്റെ ചുമതല വഹിച്ച ആളാണ്. പക്ഷെ വളരെ, തിരുവനന്തപുരം പള്ളിപ്പുറത്തുകാരനാണ്, പക്ഷെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 75-ാം വാർഷികത്തിന് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ 35 പരിപാടികൾ നടത്തി. പ്രതിമാസം ഒരു പ്രഭാഷണ പരമ്പര നടത്തി. നമ്മൾ വിവിധ വിഷയങ്ങളിൽ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ കൊണ്ട് നമ്മൾ വിവിധ ഗ്രാമങ്ങളിലെ വായനശാലകൾ കേന്ദ്രീകരിച്ച് നമ്മൾ 12 പ്രഭാഷണങ്ങൾ 12 സ്ഥലങ്ങളിൽ, യുവവാണിയുടെ പരിപാടികൾ, ശാസ്ത്രീയ സംഗീത കച്ചേരികൾ പല സ്ഥലത്ത് വെച്ചിട്ട്, നാടകങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ വളരെ ദീർഘമായ പരിപാടി നടത്തി. അതിന്റെ ഏപ്രിൽ 27-ാം തീയതി നമ്മൾ ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ചാണ് അതിന്റെ സമാപനം നടത്തിയത്. ശ്രീകുമാരൻ തമ്പി സാറാണ് ഉദ്ഘാടനം ചെയ്തത്. ആ പരിപാടിയോടനുബന്ധിച്ചും നമ്മൾ കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ ഒരു വർഷം, എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ റിട്ടയർ ചെയ്യുന്നത് ഈ 75-ാം വാർഷികത്തോടൊപ്പമായിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചത് വിചാരിക്കാൻ പറ്റാത്തൊരു അത്ഭുതമായിരുന്നു. എനിക്ക് സന്തോഷവും. കാരണം അങ്ങനെ ഒരു വലിയ ലാൻഡ്മാർക്കിനോടൊപ്പമാണ് ഞാൻ പിരിഞ്ഞത്. അപ്പൊ എൻ്റെ 35 വർഷത്തെ മീഡിയ ജീവിതം എന്ന് പറയുന്നത്, ഒരു മാധ്യമ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ വളരെ, അതിൽ മൊത്തം നോക്കിയാൽ ഞാൻ കുറച്ചു കാലമേ പ്രോഗ്രാമിലുണ്ടായിരുന്നു. പക്ഷെ ആ കുറച്ചു കാലം കൊണ്ട് ഒരാൾ ആദ്യം മുതൽ പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയാൽ ചെയ്യാവുന്നത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. കാരണം ഞാൻ പറയുന്നത് ഇതൊന്നും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവിന്റെ നേട്ടം, എൻ്റെ കഠിനാധ്വാനമാണെന്ന് ഞാൻ പറയും. നമുക്ക് കഴിവുണ്ടായിരിക്കും, പ്രതിഭ ഉണ്ടായിരിക്കും, പക്ഷെ കഠിനാധ്വാനം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഒരു കഠിനാധ്വാനം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മളിപ്പോൾ ഈ തരുന്ന ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്തിട്ട് പോകാം. എന്നെയൊക്കെ ധാരാളം എൻ്റെ സഹപ്രവർത്തകർ പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഇങ്ങനെ ജോലി ചെയ്യുന്നതിന്, നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ മുഴുകേണ്ട കാര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ മുഴുകൽ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നുക, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയ, എൻ്റെ മുഖത്തലയിൽ നിന്ന് കിട്ടിയ ഒരു അടിസ്ഥാന പാഠം എന്നത് ഈ പാവപ്പെട്ട മനുഷ്യർ, സാധാരണ മനുഷ്യർ ജീവിതത്തിൽ എവിടെയൊക്കെയോ, അപ്പൊ നമുക്ക് കത്തൊക്കെ അയക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വളരെ ക്ഷീണിതരായിട്ടുള്ള ആളുകൾ, എന്നെ ഒരു വളരെ വൃദ്ധയായിട്ടുള്ള സ്ത്രീ അവരുടെ വീട്ടിൽ ഒറ്റയ്ക്കായിപ്പോയി, ആരുമില്ല. അപ്പോൾ അങ്ങനെ അവര് എനിക്കിവിടെ ആകാശവാണിയിലേക്ക് കത്തയച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് വിളിക്കണം, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഞാൻ വിളിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ മോന്റെ ശബ്ദമാണ് എന്നെ ജീവിപ്പിക്കുന്നതിലൊരു ഘടകം, ഞാൻ മോന്റെ ശബ്ദം എല്ലാ ദിവസവും കേൾക്കും. അപ്പൊ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ തോന്നും. ഞാൻ ഈ ലൈവ് ഫോണിൻ പരിപാടി, ചലച്ചിത്രഗാനം അവതരിപ്പിക്കുന്നതിൽ നിന്ന് ധാരാളം പരിപാടികൾ അല്ലാതെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ വിട്ടുനിന്നിരുന്നു അതിൽ നിന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോൻ ഇടയ്ക്കിടയ്ക്ക് ചലച്ചിത്രഗാനം അവതരിപ്പിക്കണേ. എനിക്ക് അങ്ങനെ നമ്മളെ കരുതുന്ന നിരവധി മനുഷ്യർ, അവർക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത തരത്തിൽ അവർ നമ്മളൊരു ആശ്വാസമാകും. അങ്ങനെയുള്ള അനുഭവം, ഒരനുഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് ആകാശവാണി അനുഭവം നിർത്താം ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ ആകാശവാണിയിൽ ധാരാളം കമന്ററികൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ശബരിമല മകരവിളക്ക് ദൃക്സാക്ഷി പറഞ്ഞ ആകാശവാണിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ 19 കൊല്ലം മറ്റോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്ക് ബ്രേക്കൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും 19 കൊല്ലം അതെനിക്കൊരു വലിയ ത്രില്ലാണ്. കാരണം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ശബരിമലയെക്കുറിച്ച് കണ്ടിട്ടില്ലാത്ത നിരവധി സ്ത്രീകൾ, ശബരിമലയിൽ അങ്ങനെ സ്ത്രീകൾ പോകുന്ന വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ ആ നിരവധി സ്ത്രീകൾ, ശബരിമല കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് അവിടെ നിന്ന് ഞാൻ എൻ്റെ വാക്കുകൊണ്ട് ശബരിമലയെ സൃഷ്ടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്, നേരിൽ കാണുന്ന പോലെ അനുഭവപ്പെടുമായിരുന്നു. അതൊക്കെ നമ്മൾ ഓരോ വർഷവും എങ്ങനെ അത് വ്യത്യസ്തമാക്കാമെന്നൊക്കെയുള്ള നമ്മളുടെ ആലോചനയുടെ, അധ്വാനത്തിന്റെ ഒക്കെ ഫലമാണ് കേട്ടോ. അതല്ലാതെ ഞാൻ എൻ്റെ ഒരു സിദ്ധി എന്ന നിലയിൽ ഒന്നിനെയും കാണുന്നില്ല. കാരണം അതെനിക്ക് പലയിടത്തു നിന്ന് കിട്ടിയതാണ്, പലരിൽ നിന്ന് ലഭിച്ചതാണ്. ഞാൻ ഏറ്റവും ചെറിയ പ്രായം മുതൽ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കോരി നിറച്ചതൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരിക്കലും സമ്പന്നത എന്നെ ആകർഷിച്ചിട്ടില്ല, അധികാരം എന്നെ ആകർഷിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒന്നും എന്നെ ആകർഷിച്ചിട്ടില്ല. അതിനൊക്കെ ഒരു കാരണം ഞാൻ പറയുന്നത് എൻ്റെ നാടാണെന്ന് ഞാൻ പറയും.
എൻ്റെ നാടും എൻ്റെ വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന എൻ്റെ അച്ഛനും ഒക്കെയാണെന്ന് ഞാൻ പറയും. എനിക്കിപ്പോഴും അത്തരം ഒരു മോഹവും എന്നെ ഭൗതികമായിട്ടുള്ള ഒരു മോഹവും എന്നെ സ്വാധീനിക്കുന്നില്ല. പകരം എപ്പോഴും നമ്മുടെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും അതിലൊരാളായതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ അതിൽ നിന്ന് മാറി നിന്നിട്ട് ഞാനൊരു സമുന്നതമായി ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എന്നാൽ സാധാരണക്കാരെ സഹായിക്കാം എന്നല്ല. ഞാനും അത്ര തന്നെ മനസ്സുകൊണ്ട് ഞാനും അരക്ഷിതനായിട്ടും മനസ്സുകൊണ്ട് ഞാനും അനാഥനായിട്ടും മനസ്സുകൊണ്ട് ഞാനും അവരോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ലൈവ് ചെയ്യുമ്പോൾ ഈ തിരുവനന്തപുരത്ത് ശാന്തിഗിരി എന്ന് പറയുന്ന ആശ്രമത്തിൽ ഒരു പർണശാല എന്ന് പറഞ്ഞിട്ട് താമര പോലെയുള്ള വലിയ ഒരു വെളുത്ത ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് പ്രതിഭാദേവി സിംഗ് പാട്ടീലാണ് വന്നത്, പ്രധാനമന്ത്രി പ്രസിഡന്റ്. അപ്പോൾ അത് ലൈവായിട്ട് ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നു. അപ്പോൾ അതിന് എന്നെയാണ് അയച്ചത് ലൈവിന്. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ പ്രതിഭാദേവി വരുന്നതിന് മുമ്പ് 5 മിനിറ്റ്, അപ്പോൾ പ്രസംഗിച്ച് പ്രസിഡന്റിന്റെ ഫംഗ്ഷൻ കഴിയുമ്പോൾ 5 മിനിറ്റ്, 5 മിനിറ്റ് ഒരു ഇൻട്രൊഡക്ഷനും ഒരു സമാപനവും പറയണം. കൃത്യസമയത്ത് പ്രസിഡന്റിന്റെ ഫംഗ്ഷനല്ലേ, കൃത്യസമയത്ത് അത് 9:55 ആരംഭിക്കും, 10:55 അവസാനിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു. അപ്പോൾ നമുക്ക് സദസ്സിൽ നിന്നൊക്കെ വളരെ വിട്ടുദൂരെ ഒരു സ്ഥലത്താണ് ആകാശവാണിക്ക് സ്പേസ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ്, നമ്മളെ പോലീസും പട്ടാളവും ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര സംഭവം. അപ്പോൾ നമ്മൾ 9:55 ഞാനിത് ആരംഭിക്കുന്നു. അതിൻ്റെ പെരിഫറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ പ്രസിഡന്റ് 9:55 ആയപ്പോൾ നേരെ കടന്നു വന്നിട്ട് പ്രസിഡന്റ് ഈ സമ്മേളന വേദിയിലേക്ക് വരാതെ നേരെ പർണശാലയുടെ ആ ഭാഗത്തേക്ക് പോകുന്നു. ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 10 മണിക്ക് തുടങ്ങേണ്ടതാണ്. ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രസിഡന്റ് വരുന്നില്ല. 10:15 10:30 10:45 പ്രസിഡന്റ് വരുന്നില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്ക്രിപ്റ്റും കയ്യിലില്ല, ഒന്നും തയ്യാറായിട്ടില്ല. ആകെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രസിഡന്റ് അവിടെ പോയിട്ട് അവിടുത്തെ മഠാധിപതി, ഒരു വനിതയാണല്ലോ മഠാധിപതി, അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു 1 മണിക്കൂർ. തിരിച്ചു വന്നത് 10:55. അപ്പോൾ ഞാൻ ഈ 1 മണിക്കൂർ ഒരാധാരവും ഇല്ലാതെ ആകാശവാണിയിലൂടെ 1 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു നടുക്കടലിൽ പെട്ടിട്ടില്ല. കാരണം അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്കിപ്പോൾ ഒരു പൊതുസ്ഥലത്താണെങ്കിൽ നമുക്ക് എന്ത് വിഷയവും പറയാം. ഇതിപ്പോ ഒരു ആധ്യാത്മിക കേന്ദ്രത്തിൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വിഷയം വിട്ട് സംസാരിക്കാൻ പറ്റില്ല, അനുചിതമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ സംസാരിക്കും. ഞാൻ തിരിച്ചു വന്നപ്പോൾ വിമലസേനൻ നായർ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ എന്നോട് പറഞ്ഞു, ശ്രീകുമാറെ, നിങ്ങൾ എന്തായാലും അവിടെ പെട്ടു, നിങ്ങൾ സംസാരിക്കുകയാണ്, പക്ഷേ ഇവിടെ ഇരുന്ന ഞാനാണ് ശ്വാസം മുട്ടിയത്, അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് തീർക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് റെക്കോർഡ് ചെയ്ത് അവിടെ നമ്മുടെ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ VSK എന്ന് നമ്മൾ വിളിക്കുന്ന അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നീട് അത് കേട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇത് നമ്മളങ്ങനെ ശ്വാസം മുട്ടിപ്പോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ സംസാരിക്കും കേട്ടോ. അപ്പൊ ഇതെനിക്ക് ഒടുങ്ങാത്തൊരു ആത്മവിശ്വാസം തന്നു. കാരണം ഇങ്ങനെ നമുക്ക് പറ്റുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ധാരാളം ലൈവുകൾ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് ധാരാളം ലൈവുകൾ ചെയ്തിട്ടുണ്ട്. പള്ളിക്കൂടം തുറക്കുമ്പോഴുള്ള ലൈവ്, അങ്ങനെ വിദ്യാരംഭത്തിന്റെ ഒക്കെ ഞാൻ അങ്ങനെ തനിച്ച് ചെയ്യാൻ ആ തരത്തിൽ ഇടയായിട്ടുണ്ട്. ആകാശവാണിയുടെ ജീവിതത്തിന് സമാന്തരമായി ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് എഴുതി തുടങ്ങിയ കവിത എന്നോടൊപ്പം കൂടിയിരുന്നു. മലയാളത്തിലെ പാരമ്പര്യനിഷ്ഠമായിട്ടുള്ള കവിതകളും ആധുനിക കവിതകളും ഇപ്പൊ ഉത്തരാധുനിക കവിതകളും എല്ലാ കവിതകളും ഞാൻ എല്ലാ കാലത്തും വളരെ പ്രിയങ്കരമായി വായിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആകെ എൻ്റെ അച്ഛൻ സമ്പാദിച്ചു തന്നത് കുറേ പുസ്തകങ്ങളാണ്. ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ പുസ്തകങ്ങളാണ് വാങ്ങിയിരുന്നത്. ഞാനും ധാരാളം പുസ്തകം വാങ്ങുന്ന ആളാണ്, സമയം കിട്ടുമ്പോഴെല്ലാം വായിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വായനയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ പ്രിയങ്കരമാണ്. ഈ എഴുത്ത് എനിക്കങ്ങനെ, ഈ കവിത എങ്ങനെയോ പിന്നീട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ കവിതയിൽ നിന്ന് വിട്ട് ഞാൻ ഗദ്യമൊക്കെ എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്കൊരു പോപ്പുലാരിറ്റി ഒക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കവിത അങ്ങനെ ആളുകൾ അധികം വായിക്കുന്നില്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ കവിതയിൽ അങ്ങനെ ഉറച്ചു നിന്നതുകൊണ്ട് എനിക്ക് ശ്രദ്ധേയമായിട്ടുള്ള ധാരാളം രചനകൾ നടത്താൻ പറ്റിയിട്ടുണ്ട്. അത് അധികം പേര് വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള രചനകളാണ്. അത് ഇപ്പോൾ നമ്മുടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരൊക്കെ വായിച്ചിട്ട് എന്നെ എപ്പോഴും അംഗീകരിക്കാറുള്ള, മാതൃഭൂമിയിലൊക്കെ കവിത വരുമ്പോൾ ധാരാളം പേര് അതിനെയൊക്കെ സന്തോഷപൂർവ്വം പറയാറുണ്ട്. 6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് 6 കാവ്യസമാഹാരങ്ങളാണ്. ആകാശവാണിയിൽ ഞാൻ ചെയ്തിരുന്ന പാട്ടും പൊരുളും എന്ന് പറയുന്ന പാട്ടും പൊരുളും അതൊരു ഗാനാസ്വാദന പരിപാടിയാണ്. വളരെ ജനപ്രിയമായ പരിപാടിയായിരുന്നു. അതെനിക്ക് അതിനെ ഒന്ന് വിപുലീകരിച്ച് പുസ്തകമാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോഴും എഴുതാനാണ് എനിക്കിഷ്ടം. എനിക്ക് എഴുതാൻ ഒരു മടിയുമില്ല. കവിത എഴുതാൻ അങ്ങനെ പറ്റില്ല, പക്ഷെ അല്ലാത്ത എന്തെഴുത്തും പറഞ്ഞാൽ ഉടനെ ഞാൻ എഴുതും. ആകാശവാണിയിൽ ഇപ്പോഴും ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷവും അവിടെ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന, എത്രയോ വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കിറ്റ് ഞാൻ ഇപ്പോഴും എഴുതുന്നുണ്ട് എല്ലാ ദിവസവും. എനിക്കങ്ങനെ എഴുതാൻ ഒട്ടും സമയം വേണ്ട. കവിത എഴുതാൻ ധാരാളം ആലോചിക്കേണ്ടതായിട്ടൊക്കെ വരും, അല്ലാതെ എഴുതാൻ എനിക്ക് ഒട്ടും സമയം വേണ്ട. അതുകൊണ്ട് ഞാൻ ആകാശവാണിയിലെ അങ്ങനെ ഒരു വേഗം എഴുതുന്ന ആളെന്നുള്ള നിലയിൽ വളരെ പ്രിയങ്കരനാണ്. എന്ത് പറഞ്ഞാലും അപ്പോൾ എഴുതി കൊടുക്കും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത്.
പിന്നെ അത് കൂടാതെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ 2009 മരിച്ചു. മസ്തിഷ്ക സംബന്ധമായ ഒരു അസുഖം കൊണ്ട്. മകൻ ശ്രീനാഥ് അവൻ നാടകം അഭിനയിക്കും. കനൽ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഒരു നാടക സമിതിയിൽ അവൻ നാടകം അഭിനയിച്ചുകൊണ്ടിരുന്നു. പവർ ലിഫ്റ്ററാണ് അവൻ്റെ ആഗ്രഹം. അവനങ്ങനെ പവർ ലിഫ്റ്റിങ്ങിലൊക്കെ നല്ല താല്പര്യമാണ്. അപ്പോൾ പക്ഷേ അവന് പരിക്ക് പറ്റിയിട്ട് മത്സരങ്ങളിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ അത് തുടരുന്നുണ്ട്. അവൻ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മകൾ അപർണ നന്നായിട്ട് ഇംഗ്ലീഷും മലയാളവും ഒക്കെ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു എഴുത്തുകാരിയല്ല, നല്ല നർത്തകിയാണ്. വളരെ വർഷങ്ങളായിട്ട് ഡാൻസ് പഠിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപർണ ഇപ്പോൾ MA കഴിഞ്ഞിട്ട് MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളിപ്പോൾ B.Ed പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോഴും വീണ്ടും റിട്ടയർ ഒക്കെ ചെയ്ത ശേഷം എൻ്റെ പഴയ സ്വാതന്ത്ര്യത്തിലേക്ക് പോയി ഇപ്പോഴും ഞാൻ എഴുതുകയും വായിക്കുകയും സാംസ്കാരിക സമ്മേളനങ്ങളിലൊക്കെ പ്രസംഗിക്കുകയും പിന്നെ നല്ല മനുഷ്യരുമായിട്ട് സംസാരിക്കുകയും ചീത്ത മനുഷ്യരെ പരമാവധി ഒഴിവാക്കുകയൊക്കെ ചെയ്ത് ഞാൻ ജീവിച്ചു പോകുന്നു. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്താണ് താമസിക്കുന്നത്, പണിക്കേഴ്സ് ലൈനിലാണ് താമസിക്കുന്നത്. ഇപ്പം മുഖത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ആ സ്ഥലം എൻ്റെ ഉള്ളിലല്ല ഇപ്പോഴും വളരെ സജീവമാണ്. എൻ്റെ ഉള്ളിലുള്ള സ്ഥലമല്ല ഇപ്പോൾ ആ സ്ഥലം. അതിന് ധാരാളം മാറ്റങ്ങൾ വന്നു. സ്വാഭാവികമല്ലേ, മാറ്റങ്ങൾ വരും. ഒരുപാട് പുതിയ താമസക്കാർ അവിടെ വന്നു. ക്ഷേത്രമുണ്ട്, മുഖത്തല മുരാരി ക്ഷേത്രം എന്ന ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് അവിടുത്തെ ആ നാടിൻ്റെ വളർച്ച, എൻ്റെയും വളർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വലിയ സംഗീതജ്ഞരെ കണ്ടത് ആ ക്ഷേത്രം കാരണമാണ്. വലിയ കഥകളി കലാകാരന്മാരെ കണ്ടത് ആ ക്ഷേത്രം കാരണമാണ്. അങ്ങനെ അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ സ്വാധീനങ്ങളാണ്. മുഖത്തിലെ നിറയെ പാട്ടുകാരും കൊട്ടുകാരും ഒക്കെ ഉള്ള വളരെ ഗംഭീരമായിട്ടുള്ള കലാകാരന്മാരുടെ ഒരു നാടുകൂടിയാണത്. ഇപ്പോഴും അതെ, ധാരാളം കലാകാരന്മാരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ജീവിതത്തെ സഫലമാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ജീവിതം പാഴായി പോയില്ല എന്നാണ് എൻ്റെ വിചാരം. പുരസ്കാരങ്ങൾ പാഥേയങ്ങളാണ് എന്ന് ONV കുറുപ്പ് സാർ പറയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ കിട്ടുന്ന ചില പാഥേയങ്ങളാണ്, ചില നാഴികക്കല്ലുകളാണ്, നമ്മളെ ചിലത് ഓർമ്മിപ്പിക്കുന്നതിനാണ് പുരസ്കാരങ്ങൾ. അല്ലാതെ നമുക്കത് അഹങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മളെ വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആദ്യം ലഭിക്കുന്ന പുരസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞു, NC സേനൻ എൻഡോവ്മെൻ്റ് ആണ് പുരസ്കാരം. പിന്നീട് സാഹിത്യ അക്കാദമിയുടെ CB കുമാർ എൻഡോവ്മെൻ്റ് ലഭിക്കുന്നു. കവിതയ്ക്കായിട്ട് ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. VT സ്മാരക പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അഴകത്ത് പത്മനാഭക്കുറുപ്പ് പുരസ്കാരം, കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയിരുന്ന കടമ്മനിട്ട പുരസ്കാരം, പിന്നീട് മാധ്യമ പ്രവർത്തനത്തിന് ചങ്ങാരപ്പള്ളി പരമേശ്വരൻ പോറ്റി മാധ്യമ പുരസ്കാരം. അങ്ങനെ കുറേ പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം ഓർക്കുന്നില്ല. പക്ഷെ അതെല്ലാം ഞാൻ വിചാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മുമ്പോട്ട് നീങ്ങുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു ഊർജമായി. ഒരു പക്ഷേ നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലത് നമ്മൾ ചെയ്തതിന് നമ്മളെ ചിലരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ സമൂഹം അംഗീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമായിട്ടാണ് അതിനെ കാണുക. പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആ പുരസ്കാരത്തിന് പ്രത്യേകിച്ച് വേറെ ഇതിങ്ങനെ പറയാമെന്നല്ലാതെ വേറെ വിലയൊന്നുമില്ല. പക്ഷെ ആളുകൾക്കത് മനസ്സിലായിട്ടില്ല. മനുഷ്യരൊക്കെ പുരസ്കാരത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ജനത്തിനത് മനസ്സിലായിട്ടില്ല. പക്ഷേ അവനവനെ സംബന്ധിച്ചത് തിരിഞ്ഞു നോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ഇത്തരം പുരസ്കാരങ്ങൾ എന്ന് ഞാൻ കരുതുന്നു. എല്ലാ പുരസ്കാരങ്ങളെയും വിനയത്തോടുകൂടി നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയും ചെയ്യുന്നു.